പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ചില നാളുകളിലായി നമ്മളൊക്കെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ 2 ദിവസത്തെ സ്പെഷ്യൽ മീറ്റിങ്ങിനോട് ബന്ധത്തിൽ പ്രാരംഭ ദിവസം തന്നെ നമുക്ക് സമയത്ത് പങ്കെടുക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ചില വാക്കുകൾ സ്വാഗതം ചെയ്യാനും ആഗ്രഹിക്കുന്നു. ദേവദാസൻ ഡാനിയൽ കോടീശ്വരൻ വളരെ ക്ഷേമത്തോടെ യാത്ര ചെയ്ത് കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ 2 ദിവസത്തെ മീറ്റിങ്ങിലേക്ക് ദേവദാസനെ സഭയായിട്ട് നാം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അയൽ സഭകളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിലെ സ്വാഗതം ചെയ്യുന്നു. ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന പ്രിയ ഈ സഭയിലെ പ്രിയമക്കളെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിലെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് ഈ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരിൽ ഒരാളായ CG അംബോസ്തവരെ കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം മറ്റ് ശുശ്രൂഷകളുടെ ക്രമം പ്രവർത്തിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കുമാറാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പാടുപെട്ടാണ് ഞങ്ങൾ താഴെ ദൈവമേ വീണ്ടും നന്ദിയോടെ പിതാമത്തെ സ്തുതിക്കുന്ന ഞങ്ങളെ മോശപ്പെടുത്തുന്നതാവേ ഞങ്ങളോട് അനേക മാസങ്ങൾ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ നടക്കുമെന്ന ഗുണം നിങ്ങളുടെ സംവിധാനത്തിൽ ഞങ്ങളെ സഭയായിട്ട് അയച്ചിരുന്നു. എന്നാൽ ഇന്നാം ദിവസം കർത്താവ് സ്വാതന്ത്ര്യം പ്രത്യേകപ്പെട്ട ദാസനും തക്ക സമയത്ത് ക്ഷേമത്തോടെ കിടന്നുവന്ന് കർത്താവെ അതുപോലെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കർത്താവെ നിർവഹിക്കുവാൻ തന്റെ ദാസനെ കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് കർത്താവിന്റെ നിറവിൽ കർത്താവെ വിളമ്പുവാൻ ദാസനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങനെ സന്നിധിയിലേക്ക് വഴിക്കൂടി അതിലൂടെ വരവേൽപ്പിക്കാൻ ഇവിടെയുള്ള ഞങ്ങൾക്കും കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവരും അംഗീകരണത്തിന് കാരണമായി ചെയ്യുവാൻ സഹായിക്കണമെന്ന് നിമിത്തെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പാട്ട് പാടുന്ന പ്രിയ മക്കളെ ഒന്ന് പ്രാർത്ഥിക്കുന്നതായാലും വളരെ അംഗീകാരത്തോടെ അതെല്ലാം ആലോചിക്കാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കരണ്ടും അതുപോലെ ശബ്ദം ഒന്നും തെരുവിൽ തടസ്സം വരാതെ വേണം ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിറവേറ്റപ്പെടാവുന്ന സുഹൃത്തിലെ ആ അനുഗ്രഹം ഉണ്ടാവണമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിദ്യാർത്ഥികളുടെ ദാസനെ വഴിയിലൂടെയാണ് സന്ധ്യയ്ക്ക് പരിഗണിക്കുന്നു. കർത്താവെ ഇങ്ങനെ ഒരു സന്തോഷ സുദിനം ഞങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ആദിബന്ധം കർത്താവെ അങ്ങനെ ആ എല്ലാ അനുഗ്രഹം ഉണ്ടാകണമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷയിലും കർത്താവിൻ്റെ കൈണ്ടാകണമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കർത്താവിനാണ് സർവ്വമഹത്വം കർത്താവിന് നൽകിയ യേശു കർത്താവിൻ്റെ മഹത്വനാമത്തെ സമർപ്പിത പിതാവേ കേൾക്കണമേ. ആമേൻ. ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ സൂര്യനേക്കാളും അതിശോഭയോടെ പ്രകാശിച്ച് നിൽക്കുന്ന അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവസ്നേഹം അത് ഏത് ജ്ഞാനിക്കും ഗ്രഹിക്കുവാൻ കഴിയാൻ അസാധ്യമായിരിക്കുന്ന വലിയൊരു സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. തിരുവഴുത്തിൽ അനേക ഭാഗങ്ങളിൽ ദൈവസ്നേഹത്തെ അതിൻ്റെ ഗൗരവത്തോടെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്.
നമ്മളൊക്കെ ജനിച്ച് ജീവിച്ച് ആരംഭിക്കുമ്പോൾ നമുക്കൊക്കെ അനുഭവിക്കാൻ കഴിയുന്നത് ആദ്യമായി നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നു. എന്നാൽ അതിനു മുൻപേ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളത് തിരുവഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ നിലയിൽ ദൈവത്തിൻ്റെ സ്നേഹം അത് മനുഷ്യന് ഗ്രഹിക്കുവാനോ ദൈവസ്നേഹത്തിൻ്റെ ആഴം, നീളം, ഉയരം, അതിൻ്റെ ആഴമൊന്നും മനുഷ്യനെ ഉൾക്കൊള്ളുവാനോ അവർ വർണ്ണിക്കുവാനോ ഒന്നും കഴിയാതെ അസാധ്യമായിരിക്കുകയാണ്. അളവില്ലാത്ത ആ ദൈവസ്നേഹത്തെ വിവരിക്കുന്നതായിരിക്കുന്ന ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അമ്പലവാസികളും കുമ്പിടും രാപ്പകൽ ആരാധിക്കുന്ന അൻപിൻ വിധിയാണ് നമ്മുടെ ദൈവം. ആ കർത്താവ് നമ്മളെ ദ്രോഹികളും ദോഷികളുമായിരുന്ന നമ്മളെ സ്നേഹിച്ച് സ്വർഗത്തിലെ സകല സുഖവും വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന് ക്രൂശിൽ താൻ കഷ്ടങ്ങളും വേദനകളും സഹിച്ച് താൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു തന്നു. തന്നെ വേദനിപ്പിച്ചിരുന്നേച്ചത് നമ്മളൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മളെ സഹിച്ചുകൊണ്ട് നമ്മുടെ വേദനകളെ നമ്മൾ സഹിക്കാതെ നമുക്ക് വേണ്ടി സഹിച്ച് നമ്മുടെ പ്രാണന് വേണ്ടി കർത്താവ് തന്റെ പ്രാണനെ വെച്ചു തന്നു എന്നുള്ളത് പാട്ടുകാരൻ നമ്മളെ ഓർപ്പിക്കുന്നു. ബെത്ലഹേം മുതൽ കാൽവരിയിലോളം താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ ഈ പാട്ടിലൂടെ വർണ്ണിക്കുകയാണ് പാട്ടുകാരൻ. താൻ പല ചോദ്യങ്ങളും പാട്ടുകാരൻ ഈ പാട്ടിൽ ചോദിക്കുന്നുണ്ട്. നിൻ സ്നേഹത്തിന് പകരമായി ഞാൻ എന്ത് നൽകിയിടും എന്ന് പാട്ടുകാരൻ ചോദിക്കുകയാണ്. അത് പറയാൻ ഒടുവിലേക്ക് താൻ എഴുതി പാടി അവസാനിപ്പിക്കുന്നത് നിൻ മുറിവുകളിൽ ചുംബനം ചെയ്തെന്നും നന്ദി ചൊല്ലി ഞാൻ സ്തുതിക്കും. നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവമഹത്വത്തെ നമുക്ക് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പാട്ട് നമുക്ക് ഗായക സംഘം നമുക്കായിട്ട് പാടുന്നതാണ്. നിൻ സ്നേഹം ഗഹനമെന്നറിവിൽ എന്ന ആ ഗാനം ഇപ്പോൾ ഈ സഭയിലെ ഗായക സംഘം നമുക്കായിട്ട് പാടുന്നതാണ്. ദൈവം അവരെ സഹായിക്കട്ടെ. അതിനായിട്ട് ക്ഷണിച്ചു.
അവർണ്ണനീയമായ ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രിയമക്കൾക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ന്യായത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിത യാത്രയിൽ വളരെ പ്രതികൂലങ്ങൾ ആണി പോലെയും തിരുമാലകൾ പോലെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള സമയങ്ങളിലും ഒക്കെ നമുക്ക് ചാടി ആശ്വസിക്കുവാനും ചാടി നടക്കുവാനും കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. കർത്താവിനോട് കൂടെ ചാടി നമ്മുടെ ആ വിഷമതകൾ സങ്കടങ്ങളൊക്കെ തന്നോട് പങ്കുവെച്ച് തൻ്റെ ആശ്വാസം അനുഭവിച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ ഓരോ നാളും പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടുള്ളത്. ആ സമയത്തൊക്കെയും വല്ലഭനായാണ് നമ്മുടെ കോട്ടയായിട്ട് ശരീരമായിട്ട് ആ കൈകളിൽ നമ്മൾ കാണിയിരുന്നപ്പോൾ ദൈവം നമ്മളെ ആ സങ്കടങ്ങളെ കറ്റി നടത്തി എന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗീതം ബെൻജോബി നമുക്കായിട്ട് ഇപ്പോൾ പാടുന്നതായിരിക്കും. ബെൻജോബി സഹോദരനായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. യേശുവിൽ ഞാൻ ചാരിടും, യേശുവിൽ ഞാൻ ചാരിടും എന്ന് തുടങ്ങുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പാട്ട് നമുക്ക് കേൾക്കാം. ദൈവം നമ്മളെ സഹായിക്കും.
നെയ്തിലും ചേർത്തിരി കാര്യങ്ങൾ ലോകത്തിനെ പോലെ ഞാനോടി നേടിയതെല്ലാം ഉയർത്തും സ്വന്തമായതെല്ലാം നെയ്തിലും ചേർത്തിരി കാര്യങ്ങൾ വല്ലവാമീ വല്ലവാമീ ശൈലം വല്ലവാമീ ശൈലം നിന്റെ കൈകളിലല്ലയോ ജീവനുണ്ടാകും നിന്റെ കൈകളിലല്ലയോ ശോധനയിൽ വാസം തീരുവരെ വല്ലവൻ വഴിയും ഭൂമിയിലെ വാസം തീരുവരെ വല്ലവൻ പണിയും തിരുവിയപ്പോ വല്ലവനീ കോട വല്ലവനീ ശൈലം വല്ലവനീ കോട വല്ലവനീ ശൈലം നിന്റെ കൈകളിലല്ലയോ ദാസൻ നിന്റെ കൈകളിലല്ലയോ ദാസൻ നിന്റെ കൈകളിലല്ലയോ ദാസൻ നിന്റെ കൈകളിലല്ലയോ ദാസൻ നമുക്ക് എത്രയോ ആശ്വാസവും ധൈര്യവും തരുന്ന പാട്ടിൻ്റെ വരികളാണ് നമുക്ക് പാടി കേൾക്കുവാനായിട്ട് കഴിഞ്ഞത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബലമുള്ള കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്നുള്ളത് പാട്ടുകാരൻ അനുഭവത്തിൽ എഴുതി നമ്മൾ ഇന്നത് പാടി കേൾക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. പല കൈകളും ബലം കുറഞ്ഞു പോകും, പല കൈകളും മടങ്ങിയിരിക്കുവാനായിട്ട് നമ്മെ പിടിക്കുവാൻ കഴിയാതെ ബലം ക്ഷയിച്ചവരായിട്ടും കൈമടങ്ങിയവരായിട്ടും തീരുമ്പോഴും നമുക്ക് വേണ്ടി ആളുകളാൽ തുറക്കപ്പെട്ട നമ്മുടെ കർത്താവിൻ്റെ കരങ്ങള് നമ്മളെ താങ്ങുന്നു കരുതുന്നു എന്നുള്ളത് ആ പാട്ടിൻ്റെ വരികളിലൂടെ നമുക്ക് ഓർക്കുവാനും അതിൽ ധൈര്യപ്പെടുവാനും ആശ്വസിക്കുവാനും ദൈവം സഹായിച്ചത് ഓർത്ത് ദൈവത്തെ ബോധപ്പെടുത്തുന്നു. ഇവിടെ പാട്ട് പാടുന്ന പ്രിയപ്പെട്ടവരൊന്നും വലിയ പാട്ടുകാരൊന്നും അല്ല, ഈ സഭാമോടി പാടി മുന്നോട്ട് പോകുന്നവർ മാത്രമാണ്. അല്ലാതെ ദൈവം അവരെ ആ നിലയിൽ സഹായിക്കുന്നു. പരീക്ഷയും പഠനവും ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവർക്ക് കിട്ടുന്ന സമയങ്ങൾ സന്ദർഭങ്ങൾ ഉപയോഗിച്ച് അവർ പ്രാക്ടീസ് ചെയ്ത് പാടുന്നു എന്നേ ഉള്ളൂ. ദൈവം അവരെ തുടർന്നും സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് വാക്ക് മാറാത്തവനും മാറ്റമില്ലാത്തവനുമാണ്. കർത്താവിൻ്റെ വാക്ക് തന്നെ പോലെ തന്നെ ഇന്നലെയും ഇന്നും എന്നും അന്യമായിരിക്കുകയാണ്. നമ്മുടെ കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്, താൻ പോയതുപോലെ ഇനിയും വരും എന്നുള്ളത്. ജീവനായ ക്രിസ്തു താൻ വെളിപ്പെടുമ്പോൾ നാം അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും എന്ന തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മുടെ കർത്താവ് വരും. അത് ഏത് സമയം, ഇന്ന് രാത്രിയിലോ ഈ സമയം ഈ യോഗം കഴിയുന്നതിന് മുൻപോ എപ്പോഴാണെങ്കിലും യേശുവിന് വരുവാനുള്ള സാധ്യത തെളിഞ്ഞെടുക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. നമ്മുടെ കർത്താവ് വേഗത്തിൽ വന്ന് വീണ്ടും വന്ന് നമ്മളെ ചേർക്കും എന്നുള്ള
ഒരു പ്രത്യാശ ഗീതം നമുക്ക് കേൾക്കാം. ഈ ലോകത്തിലെ കഷ്ടങ്ങള് പ്രയാസങ്ങള് ഉണ്ട് എങ്കിലും നിത്യതയുടെ ദർശനത്തോടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കർത്താവ് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും കർത്താവിന്റെ ശുശ്രൂഷകളിൽ ഏർപ്പെടുവാനൊക്കെയും കഴിയുള്ളൂ. നിത്യതയുടെ ദർശനം നമുക്ക് കാണാത്തതാണ്. അത് ആത്മാവിന്റെ ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ കാര്യമാണ്. ആ കഷ്ടതയിലും പ്രയാസത്തിലൊക്കെയും ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഇടയായി തീരുന്നത് സ്വർഗീയ ദർശനമാണ്. അതിലേക്കാണ് നമ്മൾ ദൈവം കൊണ്ടുവന്നത്. കാലങ്ങൾ മാറും, ആകാശവും ഭൂമിയും എല്ലാം മാറും, എങ്കിലും കർത്താവിന്റെ വാക്കുകൾ മാറാത്തതാണ്. ആ കർത്താവിന്റെ വാക്കുകളിൽ നമുക്ക് വിശ്വസിക്കാം. യേശു വന്നിടും, നാഥൻ വന്നിടും എന്നുള്ള ഒരു ഗാനം നമുക്ക് കേൾക്കാം. ഗ്രൂപ്പ് സോങ്ങായിട്ട് നമുക്കത് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം, ആസ്വദിക്കാം. പാട്ട് പാടുന്ന പ്രിയ സഹോദരി സഹോദരന്മാരായിട്ട് നാമത്തിൽ ക്ഷണിക്കുന്നു. ദൈവം നാമം മഹത്വപ്പെടുന്നതാണ്. Thank you.
നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട 3 ഗാനങ്ങൾ കേൾക്കാനായിട്ട് കർത്താവ് നമ്മളെ ഇന്ന് സഹായിച്ചു. പണ്ടുവഴി എല്ലാ പ്രേക്ഷകരോടും കർത്താവിനുള്ള നന്ദി അറിയിക്കുന്നു. ഇനിയുള്ള 8:30 വരെയുള്ള സമയം പ്രിയ ഭക്തദാസൻ ദൈവവചനത്തിൽ നിന്ന് നമ്മളോട് ശുശ്രൂഷിക്കുന്നതാണ്. ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ എന്നുള്ള വിഷയത്തിൽ നിന്നാണ് താൻ സംസാരിക്കുന്നത്. ക്രിസ്തുവിലായിരിക്കുന്ന നമുക്കൊക്കെയും ഒരു വഴിയുണ്ട് എന്നുള്ളത് നമുക്ക് തിരുവഴുത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. തൻ്റെ വിഷയം അതാണ്. 2 ദിവസത്തെ മീറ്റിങ്ങിൽ താൻ സംസാരിക്കുന്നത്. ഡാനിയൽ സാറിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും വളരെ പരിചിതനാണ്. നമ്മുടെ ഇടയിൽ കേരളത്തിൽ മാത്രമല്ല സ്റ്റേറ്റുകളിലും വിദേശത്തൊക്കെയും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ദൈവദാസനാണ്. താൻ ദൈവവചന ശുശ്രൂഷിക്കാൻ മാത്രമല്ല, താൻ അനുഗ്രഹിക്കപ്പെട്ട അനേക ഗാനങ്ങൾ എഴുതിയതൊക്കെ എനിക്കും ശ്രദ്ധിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, കേൾക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെ ഉപയോഗിക്കുന്നു. ശാരീരികമായിട്ട് വലിയ പ്രയാസത്തിലൂടെ കടന്നു വന്ന ദൈവദാസനാണെങ്കിലും കർത്താവ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നമുക്ക് ഈ 2 ദിവസത്തുള്ള സന്ദേശം തന്നിലൂടെ കേൾക്കാനായിട്ട് ഇടയാക്കട്ടെ, തന്നെ പ്രയോജനപ്പെടുത്തട്ടെ. അതിനകത്ത് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലിരിക്കാം. ഇപ്പം ഈ വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പന്മാട് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരിൽ ഒരാളായ ഷാജി സഹോദരൻ കടന്നു വന്ന് ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം ഡാനിയൽ സഹോദരൻ ദൈവവചനത്തെ ശുശ്രൂഷിക്കുന്നത്. സ്നേഹവാൻ പരിശുദ്ധമായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതി കർത്താവേ, വീട് കർത്താവിനൊക്കെ നിന്റെ സന്നിധിയിലായിരിക്കുവാൻ തക്കോണം നൽകി തന്ന ഈ നല്ല സമയത്തിനായിട്ട് തന്നെ ഏത് സമയത്തേക്കാൾ അധികമായിട്ട് നിന്റെ സന്നിധിയിൽ എത്രയോ അനുഗ്രഹമാണ് ഞങ്ങൾ കൂടി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ ഓർത്തപ്പെടുത്തിയാണ്. ഇങ്ങനെ കർത്താവിനെ നിർത്തുവാൻ തക്കോണം സുഹൃത്ര ദൈവം ആവശ്യമായുള്ള കൃപയും ആലോചന നൽകി നിന്റെ മക്കളെ നീ സഹായിച്ചതിനായിട്ട് തന്നെ സ്തോത്രം. അതിനായിട്ട് നിന്റെ ദാസനെ കർത്താവ് ദൈവവചനത്തോട് ബന്ധത്തിലൊക്കെയും കർത്താവ് ഒരുക്കിയതിനായിട്ട് തന്നെ നിനക്ക് സ്തോത്രം. കർത്താവ് നിങ്ങളുമായിട്ടുള്ള ഗീതങ്ങൾ പാടുവാനും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ അത്ഭുതമായിട്ടുള്ള കലങ്ങളും നടത്തി കർത്താവെ അതിലൂടെ നിങ്ങൾക്ക് കേട്ട് ഞങ്ങളെ കർത്താവിനെ സ്തുതിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഇടയാക്കിയതിനായിട്ട് തന്നെ നിനക്ക് സ്തോത്രം. കർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്തിയാണ് ഓരോ ദിവസവും കർത്താവെ നിന്റെ കൃപയാലാണ് ഞങ്ങൾക്ക് നടത്തപ്പെടുവാൻ ഇടയായിത്തരുന്നത്. ഇനി ഞങ്ങളുടെ ഉള്ളതിനായിട്ട് തന്നെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്തിയാണ്. നിന്നെ പിന്നിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നിന്റെ അതിൻ്റെ വാക്കുകൾ കർത്താവെ ഞങ്ങൾ കർത്താവെ നിന്റെ കൂടെ തക്കവണ്ണം നിങ്ങൾ നടത്തുന്ന എല്ലാവിധ നന്ദിക്കായിട്ട് ദൈവമേ എനിക്ക് സ്തോത്രം. പ്രത്യേകിച്ച് വചനം വെക്കുന്ന ദാസനെ നമ്മുടെ പ്രതിഭാലേക്ക് ഏൽപ്പിക്കുകയാണ്. നീ വചനം നൽകി കൊടുത്തിട്ടുണ്ട്. എന്നാൽ കർത്താവ് സംസാരിക്കാൻ ആവശ്യമായിട്ടുള്ള ബലവും ആരോഗ്യവും കർത്താവെ ഓർമ്മയൊക്കെ നൽകി സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കുവാൻ നിന്റെ നാമത്തെ ഉയർത്തി കാണിക്കുവാൻ തക്ക കർത്താവെ നിങ്ങൾ സഹായിക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ രാഷ്ട്രീയ മാറ്റമില്ലാത്ത വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രമിച്ചുകൊണ്ട് കർത്താവിന്റെ ഫലം പൊരുപ്പിക്കാൻ തക്കണം. ഞങ്ങളുടെ ജീവിതത്തിലായിട്ടുള്ള തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ജീവിക്കാൻ തക്ക കർത്താവെ നിങ്ങൾ സഹായിക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനെ എല്ലാവരെയും നമ്മുടെ പ്രതിഭാലേക്ക് സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരുടെ സമയത്ത് കൃത്യമായെടുത്തുവാൻ അവരെ നീ സഹായിക്കണം എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്.
ഒരിക്കൽ കൂടി കർത്താവ് നിന്റെ ദാസനെ ഞങ്ങളുടെ പ്രതിപാലയേക്ക് നിങ്ങൾ സമർപ്പിക്കണം. സകലവും യേശു ക്രിസ്തുവിന്റെ പ്രതിപാദനം താഴ്മയോടെ അപേക്ഷിക്കുന്നു. വേണ്ട സ്വീകരിക്കുന്നതാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പല പ്രിയപ്പെട്ടവരും എനിക്ക് പുതുമുഖങ്ങളാണ്. കാരണം 2016 ജൂൺ മാസം 17, 18, 19 ദിവസങ്ങളിലാണ് വൈപ്പിനിൽ നേരത്തെ വരാനായിട്ട് കർത്താവ് കൃപ തന്നത്. ഏകദേശം 10 വർഷത്തോളം ആകുന്നു. അന്നുണ്ടായിരുന്ന പല പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ട്. എങ്കിലും പുതിയ ഒരു തലമുറ ഒരു ഭൂരിഭാഗവും ആണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എങ്കിലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ആ വർഷം തന്നെയാണ് നോർത്ത് പറവൂരും വരാനായിട്ട് കൺവെൻഷനോടുള്ള ബന്ധത്തിൽ വരാനായിട്ട് ഇടയായത് എന്നെനിക്ക് തോന്നുന്നു. അതേ കാലയളവിലാണെന്ന് തോന്നുന്നു. ആ നാളുകളിലൊക്കെ പ്രത്യേകിച്ച് ഈ ഏരിയകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വരാനായിട്ടും ശുശ്രൂഷിക്കാനായിട്ടും കർത്താവ് കൃപ തന്നു. എന്നാൽ അതിനുശേഷം പല പ്രാവശ്യം പ്രിയ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നു. എന്നിരുന്നാലും ശുശ്രൂഷകൾ കർത്താവ് തന്നു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ചെയ്യുവാനൊക്കെ കർത്താവ് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ഈ നാളുകളിലും പ്രത്യേകിച്ച് ഈ അടുത്തുള്ള ജില്ലകളിലൊക്കെ പല ആവർത്തി പല സ്ഥലങ്ങളിലായിട്ടും വരാനായിട്ടും ഇടയായി തീർന്നിട്ടുണ്ട്. ഇങ്ങനെ വീണ്ടും എന്നെ ഒരു പ്രാവശ്യം കൂടെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയും എന്നോട് കാണിച്ച സ്നേഹത്തിനായിട്ട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ടി വിയിലൊക്കെ കാലാവസ്ഥയൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് ഒന്ന് പാലക്കാടും 2 എൻ്റെ സ്ഥലവുമാണ്, പുനലൂരുമാണ്. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് പുനലൂരെക്കാട്ടിലും ചൂട് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. കാരണം ഇവിടുത്തെ ചൂട് ഇച്ചിരൂടെ സഹിക്കാൻ പറ്റാത്തതായിട്ട് എനിക്കങ്ങ് ഫീൽ ചെയ്യുകയാണ്. നാളെ ഒരു പക്ഷെങ്കിൽ ദൈവം അനുവദിച്ചാൽ ശരിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം പഠിക്കുവാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ബെന്നിനെ ക്യാമ്പിനോടുള്ള ബന്ധത്തിൽ പോത്താനിക്കട വെച്ച് കാണാനായിട്ട് ഇടയായി തീർന്നു. പ്രത്യേകിച്ച് യുവ സഹോദരങ്ങളുടെ പാട്ടുകൾ കേട്ടപ്പോൾ വളരെ സന്തോഷമായി. വളരെ എന്താ വാക്ക് ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. വളരെ നിഷ്കളങ്കതയോടെ അവർ നിന്ന് പാടുന്നത് കണ്ടപ്പോൾ കർത്താവിന് കൂടുതൽ മഹത്വം കരയറ്റാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് നമ്മുടെ സ്ഥലം സഭകളിൽ കാണാൻ പറ്റാത്ത ഒരു സംഗതിയാണ് യുവാക്കന്മാർ എന്നുള്ളത്. ഇന്ന് നമ്മുടെ സ്ഥലസഭകളിൽ നിന്നൊക്കെ യുവാക്കന്മാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പട്ടണങ്ങളിലുള്ള സ്ഥലം സഭകളിൽ നിന്നാണ്. എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് അത്രയും അങ്ങോട്ട് നഷ്ടപ്പെടുന്നില്ല. എന്നാൽ പട്ടണം ഗ്രാമപ്രദേശങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ഇത് സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ പ്രിയ യുവ സഹോദരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിന് വേണ്ടി പാടുവാനും കർത്താവിന് വേണ്ടി നിലനിൽക്കുവാനും അവൻ്റെ ഉത്തമ സാക്ഷികളായിട്ട് വരും ദിവസങ്ങളിൽ നിലനിൽക്കുവാനും കർത്താവ് നിങ്ങളെ യുവ സഹോദരന്മാരെ കർത്താവ് ധാരാളമായിട്ട് ഇടയാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ 10 വർഷം മുമ്പ് ഞാൻ വന്നപ്പോൾ എടുത്ത വിഷയം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2-3 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റും വിഷയമൊക്കെ ഞാൻ മറന്നുപോയിരുന്നു. ഞാൻ ഇങ്ങോട്ട് കാറേ വന്നപ്പോൾ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ മീറ്റിങ്ങുകളെ ഓർത്തും ശുശ്രൂഷകളെ ഓർത്തും യാത്രകളെ ഓർത്ത് എൻ്റെ സ്ഥലം സഭയിലുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതിലൊരാളോട് ഞാൻ ചോദിച്ചപ്പോഴാണ് കൃത്യമായിട്ടുള്ള ഉത്തരം എനിക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 2-3 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് അന്ന് സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നത്. ഞാൻ നിങ്ങളെ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ
വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. എങ്കിലും പൗലോസ് ഭയപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് അന്ന് 2-3 ദിവസങ്ങളിൽ സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നു. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും ആ വിഷയങ്ങളിലേക്കുള്ള ഒരു ചെറിയൊരു ഉൾക്കാഴ്ച എനിക്കും ലഭിക്കുകയുണ്ടായി. കർത്താവ് സഹായിക്കട്ടെ. എന്നാൽ ഇന്നും നാളെയുമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾ അടിച്ചിരിക്കുന്ന ആ ഫ്ലെയറിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും. അതുപോലെ തന്നെ പ്രിയ ദൈവദാസൻ അത് ഓർപ്പിക്കുകയുണ്ടായി. ഒരുപക്ഷെങ്കിൽ ആ തലക്കെട്ട് വായിക്കുമ്പോൾ എന്തായി പുള്ളിക്കാരൻ പറയാൻ പോകുന്നത് എന്നൊരു ചിന്തയും ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ക്രിസ്തുവിലുള്ള ഡാനിയൽ വർഗീസിന്റെ വഴികളാണോ, ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അത് ഏതാണ്, എന്താണ് എന്നൊക്കെ ഒരുപക്ഷെങ്കിൽ നമ്മൾ സംശയിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഒരു സംശയത്തിനും ഇടകൂടാതെ വണ്ണം ആ വാക്യം തന്നെ നമുക്കൊന്ന് വായിക്കാം. ഇത് ബൈബിളിലെ ഒരു വാക്യമാണ് കേട്ടോ, ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കിയ ഒരു വിഷയമല്ല, അത് ബൈബിളിലെ ഒരു വാക്യം തന്നെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. മതി. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗമാണ് ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ. ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ. ഇത് അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. തിമോത്തിയോസ് വളരെ വ്യക്തമായിട്ട് പഠിച്ച ഒരു കാര്യം പൗലോസ് അപ്പോസ്തലനും തിമോത്തിയോസും ഒക്കെ മുഖാന്തരം ഉണ്ടായ സ്ഥലം സഭയിലെ വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഏൽപ്പിച്ച് വിടുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് ഇടയായി തീർന്നത്. ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ സമം ക്രിസ്തുവിലുള്ള, പറഞ്ഞോളൂ, ക്രിസ്തുവിലുള്ള ആരുടെ വഴികളാണ്? പൗലോസിന്റെ വഴികൾ. ക്രിസ്തുവിലുള്ള പൗലോസിന്റെ വഴികൾ. അത് ആരുടെ വഴിയാണ്? വഴി എന്നുള്ളതിന് നമുക്ക് വേറൊരു പേര് കൊടുക്കാം, മാർഗം. മാർഗം, വഴി രണ്ടും ഒന്ന് തന്നെയാണ്. എന്നാൽ മാർഗം എന്ന് പറയുമ്പോൾ അത് അല്പം കൂടെ ഒന്നൊരു വിശാലമായ ഒരു അർത്ഥമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പൗലോസ് പറയുന്നത് ക്രിസ്തുവിൽ ഉള്ള എൻ്റെ വഴികൾ, ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ, അതായത് ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ, ക്രിസ്തുവിൻ്റെ പാതയിലൂടെ ഞാൻ സഞ്ചരിക്കുന്ന എൻ്റെ വഴികൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തു നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക മാർഗം, ഒരു പ്രത്യേക പാത, അത് പൂർണ്ണമായിട്ട് അനുസരിക്കുന്ന പൗലോസിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരം രക്ഷയിലേക്ക് വന്ന അടുത്ത ഒരു തലമുറ വന്ന് ഉപദേശിക്കാനായിട്ട് പോവുകയാണ് എന്നാണ് പറയുന്നത്. എത്രയോ നല്ല ഒരു കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ചെയ്യുന്നത്. പൗലോസിന്റെ ജീവിതത്തിലെ, പൗലോസിന്റെ ജീവചരിത്രമൊക്കെ ഞാൻ
കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗിൽഗാലിൽ ഞാൻ ആ വിഷയം തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. പ്രിയ ദേവദാസൻ, പ്രിയ സഹോദരൻ അവിടെ വചനം പഠിച്ച സഹോദരനാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ ആവർത്തിച്ച് പലയിടങ്ങളിൽ പൗലോസിന്റെ ജീവചരിത്രത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശുക്രിസ്തു തനിക്ക് വെച്ചിരുന്ന ആ പാതയിലൂടെ മാത്രം നടന്ന് മറ്റുള്ളവർക്ക് മാതൃകയായി തീർന്ന ഒരു ദൈവദാസനായിരുന്നു. അതായത് ക്രിസ്തുവിൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ആ പാതയിലൂടെ മാത്രം അപ്പോസ്തലനായ പൗലോസ് നടന്ന് മറ്റുള്ളവർക്ക് മാതൃകയായി തീർന്ന ഒരു മനുഷ്യനായിരുന്നു. ഇനിയും ഇത് ആരോടാണ് പറയുന്നത്? നമ്മൾ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചു. ഇത് ക്രിസ്തുവിന്റെ വഴിയാണ്. ഇത് അപ്പോസ്തലനായ പൗലോസ് മാതൃകയാക്കി. ഈ കാര്യത്തെക്കുറിച്ച് തൻ്റെ പിൻതലമുറ ഒരു സ്ഥലസഭയിൽ ചെന്ന് പഠിപ്പിക്കാനായിട്ട് പറയുകയാണ്. ആരോട്? ഏത് സ്ഥലസഭയോട്? നമുക്കറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. അത് ആരോടാണ്? കൊരിന്ത്യരോട്, കൊരിന്തിലെ വിശ്വാസികളോടാണ് പറയുന്നത്. അപ്പോൾ അവരെ ഇത് പഠിപ്പിക്കേണ്ട ആവശ്യം എന്താ? അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുകയും ഏറ്റവും കൂടുതൽ ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്ത രണ്ട് സ്ഥലം സഭകളാണ്. ഒന്ന് എഫേസോസിലുണ്ടായിരുന്ന സഭയും രണ്ട് കൊരിന്തിലുള്ള ദൈവസഭയും. പൗലോസിന്റെ ജീവചരിത്രം പഠിച്ചാൽ നമുക്കറിയാം, താൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച രണ്ട് സ്ഥലം സഭകളാണ് എഫേസോസിലുള്ള സ്ഥലം സഭയും രണ്ട് കൊരിന്തിലുള്ള സ്ഥലം സഭയും. ഒരു സ്ഥലം സഭ ആത്മീകമായിട്ട് അവൻ അതിൻ്റെ ഔന്നത്യത്തിൽ ക്ലൈമാക്സിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചു. അത് എഫേസോസിലെ സഭയാണ്. ഒരു സ്ഥലം സഭ ആത്മീകമായിട്ട് അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തിയ ഒരു സ്ഥലസഭയുമാണ്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസിനാൽ ഉടലെടുത്ത രണ്ട് സ്ഥലസഭകളാണ്. ഒന്ന് എഫേസോസിലെ സഭ, രണ്ട് കൊരിന്തിലെ സഭ. രണ്ട് സ്ഥലം സഭയിലുമാണ് പൗലോസ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും ഏറ്റവും കൂടുതൽ ദൈവവചനം പഠിപ്പിച്ചതും. പറയുന്നുണ്ട്, ഞാൻ കണ്ണുനീരോടുകൂടെ എത്രയോ വർഷങ്ങൾ, എത്രയോ മാസങ്ങൾ ഞാൻ നിങ്ങളെ രാപ്പകൽ ദൈവവചനം പഠിപ്പിച്ചു. ഇനിയും എഫേസോസിനോടുള്ള ബന്ധത്തിൽ തുറന്നോസിന്റെ പാഠശാലയിൽ 3 വർഷം BTH സമമായ കോഴ്സ് അവരെ പഠിപ്പിക്കാനായിട്ട് ഇടയായിരുന്നു. അത്രമാത്രം ദൈവവചനം പഠിപ്പിച്ചതാണ്. അപ്പോൾ ഒരു സ്ഥലം സഭ ആത്മീയമായിട്ട് ഔന്നത്യത്തിലേക്ക് വരികയും ഒരു സ്ഥലം സഭ ആത്മീകമായിട്ട് അധപ്പതനത്തിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു കാര്യം പറഞ്ഞ് ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ രണ്ട് സ്ഥലം സഭകളുടെയും ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ, ഒരു സ്ഥലം സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഏവരോടും കൂടെ കൃപ ഉണ്ടായിരിക്കുമാറാകട്ടെ. അതേത് സ്ഥലസഭയോടാ? ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാനൊന്ന് ഇന്ററാക്ഷന് വേണ്ടി ചോദിക്കുന്നത് നിങ്ങൾക്കറിയാം എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അത് ഏത് സ്ഥലസഭയോടാ? എഫേസോസിലെ സ്ഥലസഭയോടാ. എഫേസോസിലെ സ്ഥലം സഭയോട് പറയുക, നിങ്ങൾ കർത്താവിനെ എങ്ങനെയാ സ്നേഹിക്കുന്നേ? അക്ഷയമായിട്ട് സ്നേഹിക്കുകയാണ്. ഇനി നിങ്ങൾ എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം മുതൽ ഒരു അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾ അങ്ങ് എടുത്തോളുക. എല്ലാം ഒന്നും എനിക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞു തരാനായിട്ട് നിർവാഹമില്ല. ഈ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ അധ്യായം ഏറ്റവും ഒടുവിലത്തെ വാക്യം വരെ സ്നേഹത്തെ കുറിച്ച് മാത്രം താൻ എത്രയോ വാക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില വാക്യങ്ങളുണ്ട്. നമ്മെ സ്നേഹിച്ച ആരാധനയ്ക്കെല്ലാം നമ്മൾ ഓർക്കുന്നതാണ് 2-ാം അധ്യായം. നമ്മെ സ്നേഹിച്ച ഏത് സ്നേഹമാ? മഹാസ്നേഹം, ഗ്രേറ്റ് ലവ്. അപ്പോൾ 1-ാം അധ്യായത്തിൽ, 2-ാം അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ, 4-ാം അധ്യായത്തിൽ, 5-ാം അധ്യായത്തിൽ, 6-ാം അധ്യായത്തിൽ എല്ലാം സ്നേഹത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ ആത്മീകമായിട്ട് അവർ
അത്രമാത്രം ക്ലൈമാക്സിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ കർത്താവിനെ അവരെന്ത് ചെയ്യുന്നവരായിരുന്നു? അക്ഷയമായിട്ട് സ്നേഹിക്കുന്നവരായിരുന്നു. അപ്പോൾ നമ്മൾ ആത്മീകമായിട്ട് ഔന്നത്യത്തിലാണെന്നുള്ളതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം അല്ലെങ്കിൽ പരമപ്രധാനമായ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കും? അക്ഷയമായി സ്നേഹിക്കും. എന്താ ഈ അക്ഷയമായി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ? അക്ഷയമായി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷയമായി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അക്ഷയമായി സ്നേഹിച്ചു. അതൊക്കെ പോട്ടെ, ഇനിയും കുറച്ച് നാളൊക്കെ കഴിഞ്ഞു, ഏതാണ്ട് കുറെ കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ എഫേസോസിലെ വിശ്വാസികൾക്ക് ഒരു കൊച്ചു ലേഖനം എഴുതി. ഒരു ചെറിയ ലേഖനം, ഏതാണ്ട് 5 6 7 വാക്യങ്ങളുള്ള ചെറിയ ഒരു ലേഖനം എഴുതി. അത് വെളിപ്പാട് പുസ്തകത്തിലാണ്. അവിടെ ഈ സ്നേഹത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. കാരണം പൗലോസേ, നിന്റെ നോട്ടത്തിൽ വളരെ നല്ലതാണ്, അവർ ആത്മീയമായിട്ട് ഔന്നത്യത്തിലെത്തി, അവർ കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിച്ചു, കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ കുറെ വർഷങ്ങൾ ഇങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, ഒത്തിരി വർഷമൊന്നും കഴിഞ്ഞില്ല കേട്ടോ, വിരലിൽ എണ്ണാവുന്ന ചില വർഷങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ഒത്തിരി പ്രത്യേകതകൾ അവരെ കുറിച്ച് പറഞ്ഞു. ഇതുപോലെ പ്രത്യേകതകൾ വേറെ ഒരു സഭയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. അതും കർത്താവ് നേരിട്ടാ പറയുന്നേ. നിങ്ങളുടെ സ്നേഹം അറിയാൻ, പ്രയത്നം അറിയാം, അതെല്ലാം അറിയാം. പക്ഷെ ഒറ്റ കാര്യം, എന്താ? എന്തോ ഒന്ന് വിട്ടുകളഞ്ഞു. എന്തായിരുന്നു? ആദ്യ സ്നേഹം = അവിടെ ഉണ്ടായിരിക്കുന്നു. പറഞ്ഞു, ധൈര്യത്തെ പറഞ്ഞു. ആദ്യ സ്നേഹം = അക്ഷയമായ സ്നേഹം. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്ന രക്ഷിക്കപ്പെട്ട സമയത്തെ സ്നേഹമെന്നല്ലയോ ഈ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ നിങ്ങളുടെ ഫസ്റ്റ് ലവ്, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അക്ഷയമായ സ്നേഹം വിട്ടുകളഞ്ഞു. ഇനിയും ഈ അക്ഷയമായ സ്നേഹത്തിന് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഇച്ചിരൂടെ അർത്ഥം മനസ്സിലാകും. സിൻസിയർ ലവ്. ലവ് സിൻസിയർലി. ഇനി സിൻസിയർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സിൻസിയർ അതെല്ലാവർക്കും അറിയാം. എന്താ? ആത്മാർത്ഥമായ സ്നേഹം അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ സിൻസിയർ എന്ന് പറഞ്ഞാൽ സിനെ സിറെ എന്ന് പറഞ്ഞാൽ അതിന് സിനെ സിറെ എന്ന വാക്ക് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്, അതിനൊരു സംഭവമുണ്ട്. ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നവര് അതിനെന്തെങ്കിലും ഒരു കിഴുത്തൽ വീട് അല്ലെങ്കിൽ ചെമ്പോ അലൂമിനിയം എന്തെങ്കിലുമൊക്കെ ഒരു പാത്രം ഉണ്ടാക്കുന്നവര് അതിനൊരു എന്തെങ്കിലും അതിനൊരു ഹോള് വീണ് കഴിഞ്ഞാൽ അവർ ഈ വിൽക്കാൻ കൊണ്ട് വെക്കുമ്പോൾ അവർ താൽക്കാലികമായിട്ട് ഈ മെഴുക് വെച്ച് അതങ്ങ് അടച്ചു വെക്കും. അത് കഴിഞ്ഞിട്ട് ഇത് മേടിക്കാൻ വരുന്ന ആളുകൾ എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞാൽ അത് ആ കടയിൽ നിന്ന് എടുത്തിട്ട് അല്പനേരം ഈ സൂര്യന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കും. അല്പനേരം പിടിച്ചോണ്ടിരിക്കും. കുറെ നേരം കഴിയുമ്പോൾ ഈ മെഴുക് എന്ത് ചെയ്യും? ഉരുകും. ഇനി ഇവര് എത്ര നേരം ഈ പാത്രം ഈ സൂര്യന്റെ നേരെ, വെളിച്ചത്തിന്റെ നേരെ അല്ലെങ്കിൽ ഈ ചൂടിന് നേരെ പിടിച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഒരു വാക്കാണ് സിനെ സിറെ എന്ന് പറഞ്ഞാൽ മായമില്ല, മാലിന്യമില്ല, ഹോളില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതാദ്യം എങ്ങനെ ഉണ്ടാക്കിയോ അതുപോലെ ഇരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? അപ്പൊ കർത്താവ് നമ്മളെ രക്ഷിച്ചപ്പോൾ, സ്നേഹിച്ചപ്പോൾ അന്ന് ആ ഒരു സ്നേഹം, അതായത് ഈ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ അക്ഷയമായ സ്നേഹം, സിൻസിയറായിട്ടുള്ള സ്നേഹം, ഇവര് അതിന്റെ ക്ലൈമാക്സിലെത്തി. പക്ഷെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് വിട്ടുപോയി. അതങ്ങ് വിട്ടേരെ. ഇനി നമുക്ക് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. ഇനിയും ഈ കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതി കഴിഞ്ഞപ്പോൾ ഈ 1 കൊരിന്ത്യർ 16-ാം അധ്യായം, ഇപ്പൊ നോക്കണ്ട, ശ്രദ്ധിച്ചിരുന്നോളൂ, നോക്കാനൊക്കെ ഞാൻ അവസരം തരാം. 16-ാം അധ്യായം അതിന്റെ ഏറ്റവും ഒടുവിലൊരു വാക്യമുണ്ട്. പൗലോസ് ഈ എഫേസ്യ ലേഖനം എഴുതി അവസാനിപ്പിച്ചപ്പോൾ ഉപയോഗിച്ചതുപോലെ ഈ കൊരിന്ത്യർക്ക് ലേഖനം എഴുതി അവസാനിച്ചപ്പോഴും ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു തന്നാൽ കൂടിങ്ങ് പോരും.
നോക്കണ്ടെന്ന് പറഞ്ഞത് മനഃപൂർവ്വം മനസ്സിൽ നിന്ന് അതിങ്ങി വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും, ആ വാക്കങ്ങോട്ട് അല്ലേ ഒന്ന് ആലോചിച്ചേ, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. ആരോടാ പറയുന്നു? കൊരിന്ത്യരോടാ പറയുന്നത്. അപ്പം എഫേസോസിലെ വിശ്വാസികൾ അവർ ആത്മീകമായിട്ട് അവർ ഔന്നത്യത്തിലെത്തിയപ്പോൾ കൊരിന്ത്യർക്ക് ലേഖനം എഴുതി. അതായത് പൗലോസ് കൊരിന്ത്യ സഭ സ്ഥാപിച്ചിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, എഫേസ് അത്രയും പോലും ആയില്ല, 1-2 അത്രയും വർഷം കഴിഞ്ഞപ്പോൾ ഒരു ലേഖനം എഴുതി. ആ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, അനാത്തമ മാറാനാഥ. അനാത്തമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനാത്തമ എന്ന വാക്ക് ഉപയോഗിക്കണമെങ്കിൽ 2 കൈയും തലേ വെച്ചുകൊണ്ട് പറയണം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? പ്രാഗിക്കൊണ്ട് പറയേണ്ട വാക്കാ. പത്രോസ് എങ്ങനെയാ കർത്താവിനെ തള്ളി പറഞ്ഞേ? താൻ തള്ളിപ്പറഞ്ഞു. പിന്നീട് പറയുന്നത് എങ്ങനെയാ? പ്രാകുവാനും ആണയിടുക. അനാത്തമയിലേക്ക് പോയി പത്രോസ്. അനാത്തമ ആ അവസ്ഥയിലേക്ക് പോയിട്ട് താൻ തലയിൽ കൈവച്ച് പ്രാഗിക്കൊണ്ട് പറയുകയാണ്, ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. പൗലോസും തലയെ കൈവെക്കത്തക്ക നിലയിൽ അവരെങ്ങനെ പോയി? ആത്മീകമായിട്ട് അധപ്പതനത്തിലേക്ക് പോകാനായിട്ടിടയായി തീർന്നു. ഇനി എൻ്റെ ചോദ്യം, ഈ കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ ഇത്രമാത്രം ആത്മീക അധപ്പതനത്തിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു? ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ കർത്താവിനെ എന്ത് ചെയ്യുന്നില്ല? സ്നേഹിക്കുന്നില്ല. എങ്ങനെ സ്നേഹിക്കുന്നില്ല? അക്ഷയമായി സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. അവര് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഒരു മുടക്കവുമില്ല. ഏത് കാര്യത്തിന്? മീൻ പിടിക്കാൻ പോകുന്ന കാര്യത്തിനോ ജോലിക്ക് പോകുന്ന, ഇതൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നേ. ആത്മീകമായിട്ട്, ഇനിയും പറയുന്നത് ശ്രദ്ധിച്ചോണം കേട്ടോ, ആത്മീകമായിട്ട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ കൃപാവരം ഉപയോഗിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും അന്യഭാഷ പറയുന്നതിനും ഒന്നിനും ഒരു മുടക്കവുമില്ല. പക്ഷെ എന്തില്ല? കർത്താവിനോടുള്ള. അപ്പൊ അതിന്റെ കൺക്ലൂഷനിലേക്ക് ഞാൻ വരികയാണ്. ഇവരൊന്നും ചെയ്യുന്നത് എങ്ങനെ ആത്മാവിലല്ല. പിന്നെ എന്താ പറയാൻ ഇത്ര മടി? ആത്മാവിലല്ല, ജഡത്തിലാണ്. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഈ തലമുറയ്ക്ക്, നമ്മൾ എത്തിയിരിക്കുന്ന ഈ തലമുറയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരാജയം, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലും എവിടെ നോക്കിയാലും നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്ന പരാജയം ഇവിടെയാണ് പ്രിയമുള്ളവരെ. ആത്മാവിൽ നിന്നും മാറിയിട്ട് അതെങ്ങനെയായി മാറി? ജഡത്തിലായി മാറി. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ആത്മാവ്, അതുപോലെ തന്നെ സ്നേഹം, ആത്മാവിലും സ്നേഹത്തിലും. എന്നാൽ ഇത് രണ്ടും കൊരിന്ത്യ ലേഖനം അല്ലെങ്കിൽ കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ അവരിൽ നിന്നും എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും ഞാൻ എൻ്റെ വിഷയത്തിലേക്കൊന്ന് പ്രവേശിക്കുകയാണ്. ഇതുവരെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളെ ഒന്ന് കൊണ്ടുവരികയായിരുന്നു ഞാൻ. ഇനിയും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെ ഇവരോട് ഇടപെടണമെന്നുള്ളതാണ്. മനസ്സിലായോ? ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഓരോ സ്ഥലം സഭയ്ക്കും വരാം, ഓരോ കുടുംബത്തിനും വരാം, ഓരോ വിശ്വാസിക്കും വരാം. എങ്ങനെ നമ്മൾ ഇടപെടണം? എങ്ങനെ നമ്മൾ ആ ആളിനോട് സഹകരിക്കണം?
എങ്ങനെയായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഇതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ നിങ്ങളൊന്നറിഞ്ഞിരുന്നു എങ്കിൽ, നിങ്ങൾ എന്നെ ഒന്ന് കണ്ടിരുന്നു എങ്കിൽ, നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, നിങ്ങൾ എന്നെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ അവസ്ഥ എന്ത് ചെയ്തില്ലായിരുന്നു? വരത്തില്ലായിരുന്നു. ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയുകയാണ്. കൊരിന്തിലുള്ള വിശ്വാസികളെല്ലാം അവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് അന്ന് കർത്താവിങ്കലേക്ക് വന്നു എങ്കിലും അവർക്കുണ്ടായിരുന്ന ഒരു വലിയ സമ്പത്തുണ്ടായിരുന്നു. അവരുടെ കൈമുതലായിരുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ടായിരുന്നു. എന്തായിരുന്നു എന്ന് പറയാമോ? കൊരിന്ത്, അഥേന, ഗ്രീക്ക്, യവന സംസ്കാരം. ഇനിയെങ്കിലും പറ. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ അതാ ഉത്തരം. എന്താണ് ജ്ഞാനം? കൊരിന്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയാമോ? ജ്ഞാനികളുടെ ഈറ്റില്ലം. അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് ആദിയായവരെല്ലാം വന്നിരിക്കുന്ന എവിടുന്നാണ്? ഈ യവനദേശത്ത് നിന്നുമാണ്. എന്ന് പറഞ്ഞാൽ ജ്ഞാനികളുടെ ഈറ്റില്ലമാണ് ഈ കൊരിന്തെന്ന് പറയുന്നത്. ഇവർ രക്ഷയിലേക്ക് വന്നു, പക്ഷേ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജ്ഞാനമുണ്ടായിരുന്നു, ഒരറിവുണ്ടായിരുന്നു ഈ ലോകത്തെക്കുറിച്ച്, ഈ ലോകത്തിലെ ദൈവത്തെക്കുറിച്ച്, ഈ ലോകത്തിൽ മനുഷ്യനെങ്ങനെ ജീവിക്കണമെന്നുള്ളതിനെ കുറിച്ച്. പക്ഷേ അതൊന്നും അവര് വിടാൻ എന്ത് ചെയ്തില്ല? അവര് വിടാൻ കൂട്ടാക്കിയില്ല, തയ്യാറായില്ല. പക്ഷേ ഇനിയും നേരെ മറിച്ച് എഫേസോസിലെ വിശ്വാസികളെ കുറിച്ച് ചിന്തിച്ചേ. എഫേസോസിലെ വിശ്വാസികൾ അവർ മാനസാന്തരപ്പെട്ട് അവർ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവരെന്തുമായിരുന്നു? നേരത്തെ എന്തോ ജോലിയായിരുന്നു, അവർക്ക് എന്തോ സ്വഭാവം ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ ക്ഷുദ്രം ചെയ്യുന്നവരും മന്ത്രം ചെയ്യുന്നവരും മന്ത്രവാദികളും അങ്ങനെയൊക്കെ ഉള്ളവരായിരുന്നു. പക്ഷേ അവർ വാസ്തവമായിട്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരാദ്യം ചെയ്ത എന്താണെന്നറിയാമോ? അവരവരുടെ പുസ്തകങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തു? തീയിട്ട് ചുട്ടുകളഞ്ഞു. നമ്മളായിരുന്നെങ്കിലോ സെക്കൻഡ് ഹാൻഡ് വിലക്കെങ്കിലും ഇല്ലേ, സെക്കൻഡ് ഹാൻഡ് വിലക്കെങ്കിലും വിറ്റിട്ട് ആ കാശെങ്കിലും എടുത്തേണേ പോകട്ടെ. അതിലെ കുറച്ച് പുസ്തകങ്ങളെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാമായിരുന്നു? വെച്ചേക്കാമായിരുന്നു. പക്ഷെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ, അവർ ക്രിസ്തുവിലായപ്പോൾ, ഇനി എൻ്റെ വഴി എങ്ങനെയാ? ക്രിസ്തുവിന്റെ വഴിയാണ്. പഴയ വഴി എനിക്ക് വേണ്ട, പഴയത് വേണ്ട. അതുകൊണ്ടാ പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ. പക്ഷെ നിങ്ങളായിട്ടില്ല. നിങ്ങളായി എന്ന് പറയുന്നെങ്കിലും പക്ഷെ ക്രിസ്തുവിന്റെ വഴിയിലൂടെ അല്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. പക്ഷെ അവരെന്ത് ചെയ്തു? അത് എല്ലാം കൂടെ കണക്ക് കൂട്ടിയാറെ എത്ര വെള്ളിക്കാശ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മൂല്യം വരുന്ന ആ പുസ്തകങ്ങൾ അവരെന്ത് ചെയ്തു? തീയിട്ട് ചുട്ടുകളഞ്ഞു. എന്താ തെളിയിക്കുന്നേ? അവര് പറയുകയാണ്, ഇനി ഞങ്ങൾക്ക് ആ പുസ്തകത്തിലുള്ള വഴി അല്ല ഞങ്ങൾക്ക്. ഇനിയും വേണ്ട, എന്തിനാ ഏറെ പോകുന്നത്? പത്രോസിന്റെ ജീവിതത്തിലോട്ടൊന്ന് വന്നേ. പത്രോസ് പല പ്രാവശ്യം കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, അത് ചിലതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവെ, ഞങ്ങൾ വള്ളവും വലയും വിട്ടു, ഞങ്ങൾക്കെന്തോ. ഞാൻ ചോദിക്കട്ടെ, വാസ്തവത്തിൽ വിട്ടായിരുന്നോ? വിട്ടോ? ചൂണ്ട തട്ടും പുറത്തിരിപ്പുണ്ട്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞ നീ വെച്ചേക്കുന്ന ആ ചൂണ്ട എടുത്ത് വിട്ടായിരുന്നേ പറയുമോ കർത്താവ്? അത് വീട്ടിൽ നിന്ന് എടുത്ത് കളഞ്ഞിരുന്നേ പറയുമായിരുന്നോ? ഇനിയും കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയി. അത് ദൈവം വെച്ചാൽ പിന്നീട് നമുക്കൊരു അവസരത്തിൽ നമുക്കത് ചിന്തിക്കാം. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു പോയി. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തെ സഭയുടെ നടുവിൽ പറയുക. സഭ തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് പറയാ, ഞാൻ എവിടെ പോന്നു? എന്താ ആ വാക്യം പറയാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി? ആ വാക്ക് പറയാൻ ഞാൻ എവിടെ പോന്നു? മീൻ പിടിക്കാൻ പോന്നു. എന്താ കാര്യം? വള്ളവും വലയും ഞാൻ വിട്ടെന്ന് ചുമ്മാ പറഞ്ഞതാ. അത് തട്ടുംപുറത്ത് ഇരിപ്പുണ്ട്. ഞാൻ ഇന്ന് വരെ ക്രിസ്തുവിന്റെ വഴിയിലൂടെ യാത്ര ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പേരിൽ ക്രിസ്തുവിന്റെ വഴിയിലൂടെയാണ്. നമ്മുടെ പേര് ബ്രദറുകാരനാ. പണ്ട് ബ്രദറുകാരല്ലായിരുന്നു, നമുക്ക് വേറൊരു പേരായിരുന്നു. എന്ത്?
പുതിയ തലമുറയല്ലയോ, പഴയ തലമുറയ്ക്ക് അതൊന്നും അറിയത്തില്ല. പഴയ തലമുറയ്ക്ക് അറിയാം, പുതിയ തലമുറയ്ക്ക് അതൊന്നും അറിയത്തില്ലായിരിക്കാം. എന്തായിരുന്നു പേര്? വേർപാടുകാര്. ധൈര്യം ഉണ്ടോ അച്ഛാ ബോർഡൊന്ന് മാറ്റാൻ? വൈപ്പിൻ വേർപാട് സഭ എഴുതി വെക്കാമോ? പണ്ട് നമ്മുടെ എല്ലാ സഭകളുടെ ബോർഡ് വേർപാട് സഭ എന്നായിരുന്നു. നമ്മളെ വിളിച്ചിരുന്നത് വേർപാട് സഭയായിരുന്നു. വേർപാട് സഭകളുടെ ചരിത്രമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമ്മളിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടു? വേർപാട് നഷ്ടപ്പെട്ടിട്ട് ഉപേക്ഷിച്ചതെല്ലാം കുറേശ്ശെ ഏതാണ്ട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തി. വേർപാടില്ലെന്നേ, വേർപാട് പോയി. എന്താ കാര്യം? ക്രിസ്തുവിലല്ല നമ്മളുടെ വഴികൾ. എല്ലാം ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ക്രിസ്തുവിൽ നമ്മളുടെ വഴികളായി മാറണം. ദൈവദാസന്മാർ ക്രിസ്തുവിലുള്ള വഴിയായിരിക്കണം, ക്രിസ്തുവിലുള്ള മാർഗത്തിലൂടെ ആയിരിക്കണം. പത്രോസ് തന്റെ ജീവിതത്തിൽ അത്രയും പിന്മാറി പോകാനായിട്ടുള്ള ഒരു കാരണം, താൻ കർത്താവിന്റെ പുറകെ പോകുന്നെങ്കിലും, താൻ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു എങ്കിലും തനിക്ക് പൂർണ്ണമായിട്ട് കർത്താവിനെ പിൻപറ്റാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ എന്റെ പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാരംഭ സന്ദേശത്തിലൂടെ നമ്മളുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കാൻ നമുക്കിടയായി തീരുന്നെങ്കിൽ, ഇനിയും എന്റെ ചോദ്യം ഇവിടെയാണ്, ഇങ്ങനെ ഒരു തലമുറയുടെ നടുവിൽ എന്താണ് പൗലോസിന്റെ മാർഗം? എന്താണ് ക്രിസ്തുവിന്റെ മാർഗം? പൗലോസ് എന്ത് മനോഭാവമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്? ഇത് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കും അതോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, നമ്മുടെ സഭയെ, നമ്മളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, അത് ശുശ്രൂഷകന്മാരായിരുന്നാലും വിശ്വാസികളായിരുന്നാലും നമ്മളോടുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ 4-ാം അധ്യായത്തിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. 4-ാം അധ്യായത്തിന്റെ ആ ഔട്ട്ലൈൻ ഞാനൊന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നതായിരിക്കും. 4-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, The Christian life is a stewardship. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കാര്യവിചാരകത്വത്തിന്റെ ജീവിതമാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് സ്റ്റിവാർഡ്ഷിപ്പ്. ക്രിസ്തീയ ജീവിതം കാര്യവിചാരകത്വത്തിന്റെ ഒരു ജീവിതമാണ്. ഈ ഒരു ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചില വീഡിയോസ് ഒക്കെ ഞാനിങ്ങനെ കണ്ടും കേട്ടും ഒക്കെ ഞാനിങ്ങനെ വരികയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഭയം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ്. ഭീതി, ഭയം, ഭീതി. അപ്പോൾ ഒരു ചരിത്രം ഇങ്ങനെ പറയുകയുണ്ടായി. ഒരു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ശിവാജി എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയോടുള്ള ബന്ധത്തിലാണ്. അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാൻ ഭയങ്കര ഭയം. അപ്പോൾ അദ്ദേഹത്തിന്റെ പഠിപ്പിച്ചിരിക്കുന്ന ഉപദേഷ്ടാവായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുക്കലേക്ക് താൻ പോയി. എനിക്ക് ഭയങ്കര ഭയം, എനിക്ക് ആ ഭയം എങ്ങനെയൊന്ന് മാറ്റാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആ ഭയം മാറ്റാൻ ഒരൊറ്റ വഴിയേ ഉള്ളെന്ന് പറഞ്ഞു. എന്താണ് ആ വഴി? എന്താണ് ഇപ്പോൾ നിന്റെ കയ്യിലുള്ളത്? നിന്റെ കയ്യിലുള്ളത് എനിക്ക് തരാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എൻ്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല, ആകപ്പാടെ എൻ്റെ കയ്യിലുള്ളത് ഒരു രാജ്യം മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, അതെനിക്ക് തരാമോ? തരാം, എടുത്തോളൂ. അദ്ദേഹം ധൈര്യത്തെ മടങ്ങി വന്ന് ഒരു ഭയവുമില്ലാതെ ഭരിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്താ കാര്യമെന്നറിയാമോ? ഓണർഷിപ്പ് മാറി. ഓണർഷിപ്പ് മാറി. ഇനി തനിക്ക് എന്തില്ല? ഭയമില്ല. തനിക്ക് ഭയമില്ല. ഇനിയും ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യം ഈ ഒരു സംഭവമായിട്ട് എങ്ങനെയാണ് അത് തുലനപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, സ്റ്റിവാർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്റ്റിവാർഡ് മലയാളത്തിൽ ഗൃഹവിചാരകൻ. ഗൃഹവിചാരകൻ. അതിനൊരു ഉദാഹരണം നമുക്കറിയാം. ഫ്ലൈറ്റിലൊക്കെ എയർ ഹോസ്റ്റസും ഉണ്ട്, സ്റ്റിവാർഡ്സും ഉണ്ടല്ലേ? ആളുകൾക്ക് സ്റ്റിവാർഡ്സ് എന്നാണ് പറയുന്നത്. ഒരു ഫ്ലൈറ്റിന്റെ സ്റ്റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഫ്ലൈറ്റിലുള്ള അധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഏറ്റവും ഒടുവിൽ ആ പൈലറ്റിന് യെസ് കൊടുത്താൽ മാത്രമേ ആ ഫ്ലൈറ്റ് അവിടുന്ന് ചലിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ സ്റ്റിവാർഡിന്റെ ആണോ ഈ ഫ്ലൈറ്റ്?
ഇന്ന് പലരും സഭയൊക്കെ ആരുടെയാ? സഭ ആരുടെയാ? ഇന്ന് പലരും പറയും നമുക്കങ്ങ് ഭയമാ, പേടിയാ, നമ്മളെല്ലാം ഇത് എന്റെയാന്നുള്ളൊരു ചിന്തയാ. ഇത് കർത്താവിൻ്റെയാന്നുള്ള ചിന്തയുണ്ടോ? ഇന്ന് പകലിലും ചില സഹോദരന്മാരോട് ഞാൻ സംസാരിക്കാനായിട്ടിടയായി തീർന്നു. അവര് പേടിച്ച് ഭീതിയിൽ അവര് പറയുക, എനിക്കിനി ഒരു ദിവസം പോലും മുന്നോട്ട് പോകാനൊക്കത്തില്ല. ഞാൻ ചോദിച്ചൊരു ചോദ്യം, സഭ അച്ചാൻ്റെ ആണോ കർത്താവിൻ്റെ ആണോ? ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. സഭ അച്ചാൻ്റെ ആണോ കർത്താവിൻ്റെ ആണോ? പിന്നെ ഒരു വാക്കും മിണ്ടാനായിട്ടിടയായി തീർന്നിട്ടില്ല. സ്റ്റിവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിവാർഡ് ഈസ് നോട്ട് ദ ഓണർ, ബട്ട് ഹീ ഈസ് ദ മാനേജർ. മനസ്സിലായോ? സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെതാണ്. അതിൻ്റെ അധികാരം ക്രിസ്തുവിനുള്ളതാണ്. അതിൻ്റെ നടത്തിപ്പുകാരൻ ക്രിസ്തുവാണ്. പക്ഷെങ്കിൽ കർത്താവിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ അത് ഗൃഹവിചാരകത്വത്തോടുകൂടെ ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ, ക്രിസ്തുവിൻ്റെ മനസ്സിലൂടെ, ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലൂടെ ദൈവസഭയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ വഴി നമുക്ക് തിരിച്ചറിയാനായിട്ടിടയായി തീരുന്നത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എന്താണ് പൗലോസിന്റെ വഴി? ക്രിസ്തുവിലുള്ള വഴി എന്താണ്? ക്രിസ്തുവിന്റെ മാർഗം എന്താണ്? ക്രിസ്തു തിരഞ്ഞെടുത്ത മാർഗം എന്താണ്? അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതവുമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോക്കിയേ, അതിന്റെ 14ഉം 15ഉം വാക്യങ്ങൾ അവിടെ വായിക്കുന്നുണ്ട്. എൻ്റെ പ്രിയ മക്കളോട് എന്ന പോലെ. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, പിതാക്കന്മാർ ഏറെയില്ല, ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. 16ാം വാക്യം പറയുകയാണ്, ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ അനുകാരികളാകണം. എൻ്റെ അനുകാരികളാകണം. നീയും ഇതേ വാക്യം തന്നെ എഫേസോസിലെ വിശ്വാസികളോട് പറയുന്നുണ്ട്. ഓർമ്മയുണ്ടോ എന്താ പൗലോസ് പറഞ്ഞതെന്ന്? എൻ്റെ അനുകാരികളാകാനാണോ പറഞ്ഞേ, അതോ ദൈവത്തിൻ്റെ അനുകാരികളാകാനാണ്? പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തിന്റെ ഡയറക്റ്റ്, നേരിട്ട് അവർക്ക് ഇപ്പൊ ആരുടെ അനുകാരിയാകാനുള്ള പ്രായമായി, നിലവാരമായി, സ്റ്റാൻഡേർഡായി എഫേസോസിലെ വിശ്വാസികൾക്ക്. നോക്കിയേ, അവര് ആത്മീയമായിട്ട് ഔന്നത്യത്തിലേക്ക് വരികയാണ്. ഇന്ന് നമുക്ക് നേരിട്ട് കർത്താവിനെ അനുകരിക്കാനുള്ള പ്രായമായിട്ടില്ല, പക്വതയിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് ചിലരെ വേണം, നമ്മുടെ മുമ്പിൽ ചിലര് വേണം. വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്, വേണം. ഇന്ന് പലരും പിന്മാറ്റത്തിൽ പോകാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഒരുത്തം പോലും നല്ലവൻ ഇല്ല, ഒരു വ്യക്തി പോലും നല്ലവനില്ല, ആരെയും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, എന്റെ സഭയിൽ കൊള്ളാകുന്നവര് ആരുമില്ല. ഇതുപോലൊരു സഭ ഇന്ന് കേരളം മൊത്തം പറയുന്ന അത് തന്നെയാണ്, എല്ലാവരും പറയുന്ന അതാണ്. ഞാൻ ചോദിക്കട്ടെ, ആത്മീയമായിട്ട് പ്രിയ സഹോദര സഹോദരി, താങ്കളുടെ നിലവാരം എവിടെയാണ് എന്നുള്ളത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് നോക്കിക്കേ. പൗലോസ് പറയുക, ഞങ്ങൾക്ക് അല്ലെങ്കിൽ കൊരിന്ത്യർക്ക് ഒരാളെ കാണണം, എന്നാലേ അവർക്ക് പറ്റത്തുള്ളൂ. പക്ഷേ അങ്ങനെ ഒരാള് ഇപ്പോൾ കൊരിന്ത്യ സഭയിലില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യ സഭ എത്ര ഡിവിഷനായി. ആരുടെയൊക്കെ ഡിവിഷനായി? ഒന്ന് പൗലോസിന്റെ കൂട്ടര്, 2 അപ്പല്ലോസിന്റെ കൂട്ടര്. പൗലോസിനെ നോക്കിയിട്ടും ശരിയാവുന്നില്ല, അപ്പല്ലോസിനെ നോക്കിയിട്ടും ശരിയാവുന്നില്ല. ഇനി അടുത്ത പക്ഷക്കാരാരാ? കേഫാവ്, പത്രോസിന്റെ പക്ഷക്കാര്. ഇനിയും അടുത്തതാരാ? ചുമ്മാതാ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെന്നേ രക്ഷപ്പെട്ടു പോയേനെ. അപ്പൊ വെറുതെ പറച്ചിലേ ഉള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ഈ ഭിന്നപക്ഷങ്ങൾ വരുന്നു? എന്തുകൊണ്ട് അവർക്ക് മാനുഷികമായിട്ടുള്ള ഒരു നേതാവിനെ വേണം? പണ്ട് അഹരോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കിയതുപോലെ ഞങ്ങൾക്കൊരു നേതാവിനെ ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ മടങ്ങിപ്പൊക്കൊള്ളാം. എന്തിനൊരു നേതാവിനെ അന്വേഷിക്കുന്നു? എന്തിനൊരു വ്യക്തിയെ അന്വേഷിക്കുന്നു? അതിന്റെ കാരണം ഇതാണ്, നമുക്ക് ആത്മീയമായിട്ട് ഔന്നത്യത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. ക്രിസ്തുവിനെ എനിക്ക് അക്ഷയമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നില്ല. പൗലോസ് പറയുക, കാലം നോക്കിയാൽ എബ്രായ വിശ്വാസികളോടും
അതുപോലെ തന്നെ കൊരിന്ത്യരോടുമാണ് അത് പറയുന്നത്. നിങ്ങൾക്ക് വളർച്ചയില്ല, നിങ്ങളിപ്പോഴും ശിശുക്കളാണ്, നിങ്ങൾ ജഡീകരാണ്, നിങ്ങൾക്ക് പാല് കുടിക്കാൻ പ്രായമായിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് കട്ടിയായുള്ള ആഹാരം കഴിക്കാൻ ഇടയായിട്ടില്ല. അതാണ് അവരെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ അനുകരിക്കാനുള്ള പ്രായം നിങ്ങൾക്ക് ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രിയ മക്കളോട് എന്ന പോലെ ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്നെ ഒന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ എന്നെ ഒന്ന് അനുകരിക്ക്, നിങ്ങൾ എന്നെ ഒന്ന് നോക്ക്. പക്ഷേ അവർക്ക് പൗലോസിനെ നോക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷെങ്കിൽ ഇനിയും പൗലോസിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ വഴികളുമുണ്ട്. പക്ഷേ അവർക്ക് പൗലോസിനെ നോക്കാൻ പറ്റുന്നില്ല, കർത്താവിനെ നോക്കാൻ പറ്റുന്നില്ല. പിന്നിപ്പോ അവരാരെയാ നോക്കുന്നേ? അവരാരെയാ നോക്കിയത്? അവർ നോക്കിയപ്പോൾ അവർ നമ്മുടെയൊക്കെ കൂട്ട് തന്നെയാണ്. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ആരും നല്ലവരില്ല, ആകെപ്പാടെ കൊള്ളാകുന്ന ഒരാളെ ഉള്ളൂ. അതാരാ? ഞാന് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. ആകെപ്പാടെ കൊള്ളാവുന്ന ആരേ ഉള്ളൂ? ഈ പറയുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ. അതാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് കൊരിന്തിലെ ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മളാണ് ആര്? ഏറ്റവും വലിയ ജ്ഞാനി. ഞാനാണ് ഏറ്റവും വലിയ അറിവുള്ളത്. അതുകൊണ്ടാണ് പലരോടും നമ്മൾ എന്തെങ്കിലും ഒന്ന് ഗുണദോഷിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ സഹോദരാ ചെയ്യുന്ന തെറ്റാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ എന്നെ ആരും ഉപദേശിക്കണ്ട, അല്ലെ എന്നെ ആരും പഠിപ്പിക്കണ്ട, അല്ലെങ്കിൽ വേറൊരു വാക്കൂടെ പറയും, എന്നെ ആരും ഗുണദോഷി. അങ്ങനെയുണ്ട് കേട്ടോ, എന്നെ ആരും ഗുണദോഷി. എന്താ കാര്യം? ഞാനാണ് ഏറ്റവും വലിയ അറിവുള്ളവൻ, ഞാനാണ് ഏറ്റവും വലിയ. അത് ദൈവവചനത്തിലെ അറിവല്ല, ദൈവവചനത്തിലെ ജ്ഞാനമല്ല, അത് മാനുഷിക ജ്ഞാനമാണ്. അവർക്കൊരിക്കലും ആത്മീയമായിട്ട് വളരാനായിട്ട് സാധിക്കത്തില്ല പ്രിയമുള്ളവർ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഒന്നാമത് പറയുകയാണ്, നിങ്ങൾ ഒരു ഗൃഹവിചാരകനാണ് എന്നുള്ളത്. കാര്യവിചാരകൻ, പിന്നീട് നമുക്കത് വിശദീകരിക്കാം. കാര്യവിചാരകന്മാരുടെ ഒരു ജീവിതമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. നമ്മൾ ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ, ക്രിസ്തുവിന്റെ വഴിയിലൂടെ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള ഉത്തരവാദിത്വത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഇനിയും പലരും പറയാറുണ്ട്, ഞാൻ അങ്ങനെ വലിയ തെറ്റുകാരനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സഭയിലാന്ന് തോന്നുന്നു. ഒരാൾ പറഞ്ഞു, എൻ്റെ സഹോദരൻ, ഞാൻ രക്ഷിക്കപ്പെട്ടതൊക്കെ പിന്നെ ഒരു തെറ്റും ചെയ്തതായിട്ട് എനിക്ക് ഒരു ഓർമ്മയേ ഇല്ല. ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഇന്നു വരെ ഒരു തെറ്റും ഒരു കുറ്റവും ഒരു പാപവും. ഇനി അങ്ങനെയുള്ളവരെ കുറിച്ച് പൗലോസ് പറയുന്നത്, അങ്ങനെയുള്ളവർ കൊരിന്തിലുണ്ടായിരുന്നു. കൊരിന്ത് സഭയിലെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. മനസ്സിലായല്ലോ? ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. ഞങ്ങളാണ് ഏറ്റവും എറണാകുളം ജില്ലയിലെ, വൈപ്പിനും എറണാകുളം ജില്ലയ്ക്കകത്ത് വിടുന്നതില്ല, അതിപ്പോ അങ്ങനെ അങ്ങ് പറയാം, എറണാകുളം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് സഭയാണ് ഏത് സഭ? വൈപ്പിൻ. നമ്മളെ കുറിച്ച് അങ്ങ് പറയാം, വേറെ ആരെ കുറിച്ചും പറഞ്ഞു. നമ്മൾ പറവൂരോട്ടൊന്നും പോകണ്ട, നമുക്ക് വൈപ്പിനിൽ തന്നെ ഒതുങ്ങിക്കൂടാ. നമ്മളാണ് ഏറ്റവും. എന്താ കാര്യം? നമുക്കങ്ങനെ ഒരു ചിന്ത വന്നാൽ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് എന്തില്ല ബോധമില്ല. അറിവ് നല്ലതാ, അറിവ് നല്ല വാക്ക്, പക്ഷെ എന്നാലും ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബോധമാണ്. ബോധമില്ലെന്നാ പറയുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചേ, 4-ാമത്തെ വാക്യം. ഇത് പല പ്രാവശ്യം പൗലോസ് ആവർത്തിക്കുന്ന ഒരു വാക്യമാണ്. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. ഒന്ന് നോയിക്കേ, പൗലോസ് പറയുക, ഇതൊക്കെ പറയണമെങ്കിൽ അവരുടെ ബോധം എന്തുവായിരുന്നു? അവരെല്ലാം ആരാണ്? റൈറ്റ്, അവരെല്ലാവരും ശരിയാണ്, ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ ഇതുപോലെ എത്ര പ്രാവശ്യം നമ്മളെ കുറിച്ച് പറഞ്ഞ് ആശ്വസിച്ചിട്ടുണ്ടല്ലേ? ഇതുപോലൊരു നല്ല സഹോദരൻ
നമ്മളോട് തന്നെ ദാവീദൊക്കെ രാത്രിയിൽ കിടക്കയിലൊക്കെ കുത്തിയിരുന്ന് എൻ മനമേ എന്ന് പറഞ്ഞ് എന്തെല്ലാം പറയുന്ന അറിയാം. എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, എൻ മനമേ നീ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത്, എൻ മനമേ നീ പ്രത്യാശയോടിരി. ഈ എൻ മനമേ എന്ന് പറയുന്ന പുള്ളി തന്നെ കേട്ടോ, പുള്ളിയോട് തന്നെ അങ്ങ് പറയും. ഇതുപോലെ നമ്മളും എത്രയോ പ്രാവശ്യം എൻ മനമേ നിന്നെ പോലെ നല്ലൊരു മനുഷ്യൻ വേറെ ആരുള്ളു, എൻ മനമേ നീയാണ് മിടുക്കൻ, എൻ മനമേ നീയാണ് ഏറ്റവും ബെസ്റ്റ് തോട്ട്സ് പറയുന്ന സഭയിലെ, എൻ മനമേ നീയാണ് നല്ലപോലെ സ്തോത്രം ചെയ്യും. നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ തന്നെ പറഞ്ഞ് അങ്ങ് പുകഴ്ത്തുക. അങ്ങ് നമ്മൾ ആത്മീയമായ അധപ്പതനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനിയും പൗലോസ് പറയുക, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ ആരെന്ന് വരുന്നില്ല, നീതിമാനെന്ന് വരുന്നില്ല. പൗലോസ് പറയുക, കൊരിന്ത്യരെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നില്ല. പൗലോസ് പറയും, നിങ്ങളുടെ ഇടയിൽ ജാതികളുടെ ഇടയിൽ ഇല്ലാത്ത വലിയ പ്രശ്നം നിങ്ങളുടെ സഭയിലുണ്ട്, നിങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷെ നിങ്ങൾ അവനെ ഒന്ന് മാറ്റാൻ വേണ്ടി നിങ്ങളൊന്ന് ദുഃഖിച്ചിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ചെയ്യുന്ന എല്ലാം എന്താണ്? കറക്റ്റാണ്. അയലക്കത്തെ സഭ ചെയ്യുന്ന ഒന്നും ശരിയല്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാം എന്താണ്? ശരിയാണ്. കാരണം എന്താ? ബ്രദറുകാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മുടെ സ്ഥലസഭ സ്വതന്ത്രമാണ്. അതുകൊണ്ട് നമുക്കെന്തും ആകാം, നമുക്കെന്തും ചെയ്യാം. ഇനി ചോദിച്ചാൽ പറയും, അത് ഞങ്ങളുടെ അധികാരമല്ലേ, അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ. എന്തു പറ്റി പ്രിയമുള്ളവരെ? ക്രിസ്തുവിലുള്ള വഴികൾ വിട്ട് നമ്മുടേതായ വഴികളിലൂടെ ഇന്ന് ഓരോ സ്ഥലം സഭകളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ക്രിസ്തുവിലുള്ള മാർഗത്തിൽ നിന്ന് അവർ മാറിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ജീവിതം എന്ന് പറയുന്നത്, നമ്മളുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് സ്റ്റിവാർഡ്ഷിപ്പ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പൗലോസ് പറയുകയാണ്, ബി ഹംബിൾ. നിങ്ങൾ ദൈവസന്നിധിയിൽ ആരായിരിക്കണം? താഴ്മയുള്ളവരായിരിക്കണം. നിങ്ങൾ ദൈവസന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കണം. പ്രാരംഭവാക്യത്ത് പൗലോസ് അത് തന്നെയാണ് പറയുന്നത്. ഇനിയും പറയുക, കർത്താവ് പറഞ്ഞിരിക്കുന്നതെല്ലാം വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനയെല്ലാം ദൈവം എന്ത് ചെയ്യാൻ പോവുക? വെളിപ്പെടുത്താനായിട്ട് പോവുകയാണ്. പൗലോസ് അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനിയും നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായതുകൊണ്ട് അതിനൊരു 1-2 ഉദാഹരണങ്ങളൂടെ പറഞ്ഞ് പൗലോസ് പറയുക, തൻ്റെ ഗൃഹവിചാരകത്വത്തെ കുറിച്ച് പൗലോസ് പറയുകയാണ്. ഒന്നാമത് പറയുക, ഗൃഹവിചാരകന്മാരിൽ ദൈവം അന്വേഷിക്കുന്നത് എന്താണ്? വിശ്വസ്തത. ഗൃഹവിചാരകന്മാരിൽ ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തതയാണ്. വിശ്വസ്തതയെക്കുറിച്ച് ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല, ഒരു പോയിന്റ് ഞാനൊന്ന് പറയാം. വിശ്വസ്തത എന്താണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, കർത്താവ് എന്നെ, തിമോത്തിയോസിനോടാ പറയുന്നത്, കർത്താവ് എന്നെ എങ്ങനെ എണ്ണി? വിശ്വസ്തനെന്ന് എണ്ണി എന്നെ എന്ത് ചെയ്തു? ശുശ്രൂഷയ്ക്ക് ആക്കി. ഇനി തിമോത്തിയോസിനോട് പൗലോസ് പറയുക, നീ ഇത് ആരെ പരമേൽപ്പിക്കണം? വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കണം. കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി എന്ത് ചെയ്തു? എന്നെ പരമേൽപ്പിച്ചു. തിമോത്തിയോസിനോട് പറയുക, നീ ഇത് ആരെ പരമേൽപ്പിക്കണം? വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കണം. അപ്പൊ തിമോത്തിയോസ് ആരാ? വിശ്വസ്തനല്ലേ? കർത്താവ് എനിക്ക് തന്നു, ഞാനത് തിമോത്തിയോസിനോട് കൊടുത്തു. തിമോത്തിയോസിനോട് പറയുക, നീ ഇത് ആർക്ക് കൊടുക്കണം? വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കണം. തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ ഈ തിമോത്തിയോസ് എഫേസോസിലേക്ക് പോവുക. പക്ഷേ പൗലോസിന് ധൈര്യത്തെ പറയാ, എഫേസോസിൽ ആരുണ്ട്? കുറെ വിശ്വസ്ത മനുഷ്യരുണ്ട്. എഫേസ് ലേഖനം ഒന്നെടുത്ത് പെട്ടെന്ന് ആ വാക്യത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. എഫേസ് ലേഖനം വാക്യങ്ങളെല്ലാം എടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എഫേസ് ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നോക്കിയ, ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫേസോസിലുള്ള വിശുദ്ധന്മാരും, അടുത്തത് ക്രിസ്തുയേശുവിൽ എന്താ നിങ്ങളുടെ ബൈബിളിലൊക്കെ വിശ്വാസികളുമായവർക്ക്, ഇംഗ്ലീഷിൽ അത് വിശ്വാസികളല്ല, വിശ്വസ്തര. നോട്ട് ബിലീവേഴ്സ് ബട്ട് ഫെയ്ത്ത്ഫുൾ. നല്ലത്. എഫേസോസിലെ വിശ്വാസികളുടെ പ്രത്യേകത, അവര് വിശ്വസ്തരായിരുന്നു. അതുകൊണ്ടാണ് അവർ ആത്മീയമായിട്ട് ഔന്നത്യത്തിലേക്ക് വന്നത്. പക്ഷെ കൊരിന്ത്യ സഭയിൽ വിശ്വാസികളെ ഉള്ളൂ, ആരില്ല? വിശ്വസ്തര് ഇല്ല. അതുകൊണ്ടല്ലേ ദാവീദ് പറഞ്ഞത്, മനുഷ്യപുത്രന്മാരിൽ ആര് കുറഞ്ഞുപോയി?
വിശ്വസ്തന്മാർ കുറഞ്ഞുപോയി, ഭക്തന്മാർ ഇല്ലാതെയാകുകയാണ് എന്ന് പറഞ്ഞാൽ ഭക്തന്മാരും വിശ്വസ്തതയും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. ദൈവഭക്തിയും വിശ്വസ്തന്മാരും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? ഇന്ന് വിശ്വാസികൾക്ക് ദൈവത്തെ പേടിയില്ലാത്തത് കൊണ്ട് ഇന്ന് നമ്മളുടെ ഇടയിൽ ആരില്ല? വിശ്വസ്തര് ഇല്ല. അതുകൊണ്ട് ആ 12-ാം സങ്കീർത്തനത്തില് ഈ ഭക്തന്മാരും വിശ്വസ്തന്മാരുടെ, അതൊരു എബ്രായ പദ്യത്തിലെ ഒരു പ്രത്യേകതയാണ്. രണ്ട് കാര്യങ്ങൾ 2 സെന്റൻസിൽ പറഞ്ഞ് അതിനെ അങ്ങ് ലിങ്ക് ചെയ്യുകയാണ്. ഒരേ അർത്ഥമാണ്, ഒരേ തരത്തിലാണ് പോകുന്നത്. ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ കുറഞ്ഞു പോയിരിക്കും. ഇത് രണ്ടുകൂടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ പേടിയില്ലെങ്കിൽ നമ്മൾ ആരായിട്ട് തുടരും? വിശ്വാസിയായിട്ട് തുടരും. ദൈവത്തെ നമ്മൾ ഭയപ്പെടുന്നെങ്കിൽ നമ്മൾ ഒരു പടിയുടെ മുന്നിലേക്ക് പോകും. നാളെ ദൈവമനുസരിച്ച് അതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒരു പടിയുടെ ആത്മീകമായിട്ട് മുന്നോട്ട് വരും. അപ്പോൾ അതിൻ്റെ പേരാണ് വിശ്വസ്തർ എന്നുള്ളത്. കൃപയാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ വിശ്വാസിയായി തീർന്നു. 2, എൻ്റെ കർത്താവ് എന്നെ വിശ്വസിച്ചപ്പോൾ ഞാൻ ആരായി തീർന്നു? വിശ്വസ്തനായി തീർന്നു. മനസ്സിലാക്കണേ, ഞാൻ കൃപയാൽ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ ആരായി മാറി? വിശ്വാസിയായിട്ട് മാറി. പക്ഷേ എന്നെ വിശ്വസ്തനെണ്ണി എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ വിശ്വസിച്ച് എനിക്ക് ശുശ്രൂഷ തന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ എന്ത് ചെയ്തു? വിശ്വസിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും വിശ്വാസിയായിട്ട് ആണോ ഇന്നും ഇരിക്കുന്നത്? അതോ ഒരു വിശ്വസ്തനും വിശ്വസ്തയുമായിട്ട് മാറിയിട്ടുണ്ടോ? കൊരിന്ത്യർക്ക് സംഭവിച്ച പരാജയം അവിടെയാണ്. എഫേസോസിലെ വിശ്വാസികൾ ആത്മീയമായിട്ട് ഉയരാനുള്ള കാര്യം അവരെ കർത്താവ് വിശ്വസിച്ചു. പക്ഷേ കൊരിന്ത്യരെ കർത്താവ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പൗലോസിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ അവരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ വിശ്വസ്തതയുടെ മാർഗത്തിലേക്ക്, അപ്പോൾ ക്രിസ്തുവിലുള്ള വഴിയുടെ ഒന്നാമത്തെ പ്രത്യേകതയാണ് വിശ്വസ്തതയുടെ മാർഗം. മനസ്സിലായല്ലോ? വിശ്വസ്തതയുടെ മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇബ്രായ ലേഖന കർത്താവ് പറയുന്നത്, ഹി ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് അവർ ഫെയ്ത്ത്. അവൻ വിശ്വാസത്തിന്റെ ആരാണ്? നായകനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹി ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നായകൻ. നമ്മുടെ കർത്താവ് വിശ്വാസയോഗ്യനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. വിശ്വസ്തൻ. നാം അവിശ്വസ്തരായിട്ട് പാർത്താലും അവൻ വിശ്വസ്തനാ. നമ്മൾ അവിശ്വസ്തരായി പോയാലും അവൻ ആരായി തീരുന്നു? വിശ്വസ്തന. ഇനി അത് പൗലോസിനോടൊന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ അങ്ങ് നിർത്താം. 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ പെട്ടെന്ന്. 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിന്റെ വിശ്വസ്തതയുടെ മാർഗം, ക്രിസ്തുവിന്റെ മാർഗം പൗലോസ് വെളിപ്പെടുത്തുകയാണ്. 2 കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. 1, അതിന്റെ 2-ാം വാക്യം നോക്കിക്കേ. ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും, അതിന്റെ ഏറ്റവും ഒടുവിൽ, ആ വാക്യത്തിന്റെ ഒടുവിൽ എല്ലാവരോടും കൂടെ വിളിക്കപ്പെട്ട ആരും? വിശുദ്ധന്മാരുമായവർക്ക്. അപ്പൊ കൊരിന്ത്യ സഭയിൽ എത്ര പ്രശ്നം ഉണ്ടായിരുന്നു എന്നറിയാമോ? എണ്ണി നോക്കിയിട്ടുണ്ടോ? നമ്മളല്ലേ ഈ പ്രശ്നം കണ്ടുപിടിക്കാൻ എടുക്കലല്ലോ. വാട്സപ്പ് ഒക്കെ തോണ്ടുന്നതിന്റെ മെയിൻ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടൊക്കെ എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. പക്ഷേ കൊരിന്ത്യ സഭയിൽ പ്രശ്നം ഒന്ന് എണ്ണിത്തിട്ടപ്പെടുത്താനില്ലെങ്കിലും 16 അധ്യായത്തിൽ മിനിമം അതുകൊണ്ടാണ് ഈ 16 അധ്യായം വന്നേ. മിനിമം 16 വിഷയങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഈ 16 പ്രശ്നങ്ങൾ ഒരു സഭയിൽ ഉണ്ടായിട്ടും പൗലോസ് പറയുകയാണ്, നിങ്ങൾ ആരാ? വിശുദ്ധീകരിക്കപ്പെട്ടവരും പിന്നെ വിശുദ്ധന്മാരുമാണെന്ന്. നിങ്ങൾ വിശുദ്ധന്മാരും വിശുദ്ധീകരിക്കപ്പെട്ടവരുമാണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ സഭയില് മൂപ്പന്മാരുണ്ട്, ശുശ്രൂഷന്മാരൊക്കെ ഉണ്ട്.
ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കൂടിയിരുന്ന് സംസാരിക്കുന്ന എന്തുവാണെന്നറിയാമോ? ഞാൻ തെറ്റെന്നങ്ങ് പറഞ്ഞതാട്ടോ, അത് പാപമാണെന്നങ്ങ് വെച്ചു. ഇവന്റെ രക്ഷയെ നമുക്ക് ശരിയോ തെറ്റോ, ഞാൻ ഈ പറയുന്ന തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴേലും പറഞ്ഞു തന്നാൽ മതി. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന എന്തുവാ? ആ സഹോദരി വാസ്തവത്തിൽ ആദ്യത്തെ മാർഗം. ഇത്രയും പ്രശ്നം ഇനിയും അവര് എഴുതി ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ഉത്തരം 7-ാം അധ്യായം മുതൽ കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് പരിഹരിക്കുന്നത് ക്ലോവയുടെ ആളുകളാൽ അവര് എഴുതാതെ ഉള്ളിൽ മറഞ്ഞു കിടന്ന ചില പ്രശ്നങ്ങളാ 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പൗലോസ് കേട്ടിട്ട്, ഈ പ്രശ്നങ്ങളെല്ലാം കേട്ടിട്ട് നമ്മളായിരുന്നു എന്തോ പറഞ്ഞു, ഇവനൊന്നും പറയണ്ട. ഇവരൊക്കെ ഈ കൊരിന്തിലെ നമ്മളല്ല, ഇവരൊന്നും ഒരിക്കലും രക്ഷിക്കപ്പെട്ടതേ അല്ല. പക്ഷേ പൗലോസിന്റെ മാർഗം നോക്കിക്കേ. നിങ്ങൾ ആരാ? നിങ്ങൾ വിശുദ്ധന്മാരാണ്. 2 വിശുദ്ധീകരിക്കപ്പെട്ടവരുമാ. 2 ഉണ്ട്. സമയമുണ്ട്, പിന്നെ ഞാൻ വിശദീകരിക്കാം. ഇനി അടുത്ത വാക്ക് നോക്കിക്കേ, 4-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ. ഇത്രയും തെറ്റ് ചെയ്തിട്ട് പറയാം, അവർക്ക് എന്തോ ഉണ്ട്. നമ്മളാന്നെ പറയൂ, തോട്ട്സ് പറഞ്ഞതൊക്കെ ജഡത്തില്ല, ദൈവകൃപയൊന്നുമില്ല. ക്രിസ്തുവിലുള്ള വഴിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. പക്ഷെങ്കിൽ പത്രോസ് ഇതുകൊണ്ടൊക്കെയാ പറഞ്ഞത്, നമുക്ക് ഗ്രഹിപ്പാൻ പ്രയാസമായിട്ടുള്ളത് ചിലത് ഉണ്ട്. അതാ പൗലോസിന്റെ വഴി. ഗ്രഹിപ്പാൻ പ്രയാസമായിട്ടുള്ള വഴി നമ്മൾ തിരിച്ചറിയാൻ പോവുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മാർഗം, ക്രിസ്തുവിന്റെ വഴി, പൗലോസിന്റെ വഴി നമ്മളൊന്ന് തിരിച്ചറിയാനായിട്ട് പോവുക. ഇനിയും നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് അടുത്ത് പറഞ്ഞു, എപ്പോഴും ഒന്ന് പറഞ്ഞേ, നമ്മൾ എന്ത് ചെയ്തേനെ? ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ സഭയിലെ വിശ്വാസികളെങ്കിൽ നമ്മളെല്ലാരെ കുറിച്ച് പ്രാർത്ഥിച്ചാലും ആ പുള്ളിയുടെ 7 അയലോക്കത്തോട്ട് പൗലോസ് പറയാം, നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും ഞാൻ എൻ്റെ ദൈവത്തിന്. ഈ കൊരിന്ത്യരോടുള്ള ബന്ധത്തിൽ ഞാൻ ആദ്യമൊക്കെ ഇത് വായിച്ചിട്ട് എൻ്റെ ദൈവമേ ഈ പൗലോസിന് എന്തോ പറ്റി എന്നാ എൻ്റെ ചിന്ത. പക്ഷെ അതൊക്കെ മനസ്സിലാക്കാൻ ആണ്ടുകൾ വേണ്ടി വന്നു. ക്രിസ്തുവിന്റെ വഴി തിരിച്ചറിയാൻ എൻ്റെ ജീവിതത്തിൽ ആണ്ടുകൾ വേണ്ടി വന്നു. ഇതിനൊക്കെ പ്രതികരിച്ച മനുഷ്യനാണ് ഞാൻ. എൻ്റെ ആത്മീക ജീവിതത്തിന്റെ ആ ആരംഭഘട്ടത്തിൽ ഇതൊന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു ക്രിസ്തുവിന്റെ മാർഗം, പൗലോസിന്റെ വഴി ഞാൻ തിരിച്ചറിയുന്നു. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, നമ്മുടെ സഭകളിൽ പ്രശ്നങ്ങൾ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി പ്രിയമുള്ളവരെ. ഇനിയും അത് കഴിഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും നിങ്ങൾ ആരായി തീർന്നു? സമ്പന്നരായി തീർന്നു. വേറൊരു സഭയെക്കുറിച്ച് ഇതുപോലെ പറയാനില്ല പൗലോസ്. കൊരിന്ത്യ സഭ ആത്മീക പരിജ്ഞാനത്തിൽ, ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിൽ അവരെവിടെ നിൽക്കുക? സമ്പന്നതയിൽ നിൽക്കുകയാണ്. ഇനിയും അത് കഴിഞ്ഞിട്ട് താഴോട്ട് പറഞ്ഞു വരുമ്പോൾ ഇനി അടുത്തത് നോക്കിക്കേ, 7-ാം വാക്യം. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ത് ചെയ്യുന്നു? പാട്ടൊക്കെ യേശു മണവാളൻ പാടി തകർത്ത്, ഡ്രമ്മൊക്കെ അടിച്ച് തകർത്ത് ഇപ്പ കർത്താവിനെ കാത്തിരിക്കുക. ഇതെല്ലാം പൗലോസിന് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം എന്ത് ചെയ്യും? നമ്മളാന്നേ പറഞ്ഞേനെ, നീ ഒന്നും ജീവിതകാലത്ത് പറയല്ലേ ആൻറ്റി, പറയല്ലേ, എനിക്കറിയാം എന്തോ പറയാൻ പറ്റുന്നേ. നമ്മളതൊക്കെ പറയും, അതിൻ്റെ അപ്പുറവും പറയും. പക്ഷെ പൗലോസ് പറയുന്ന ആ വാക്ക് നോക്കിക്കേ, യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം എന്ത് ചെയ്യും? ഉറപ്പിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്കൂടെ നോക്കിക്കേ, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം. അതാ കാരണം, അതാണ് അതിന്റെ കാരണം. നിങ്ങൾ അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനാ. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടേ? പൗലോസ് പറഞ്ഞ ഇതാ, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ
നിർബന്ധിക്കുന്നു. ഇവരിൽ ക്രിസ്തുവിന്റെ സ്നേഹം വ്യാപരിച്ചിരുന്നെങ്കിൽ അവർ അവരുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞേനെ. പക്ഷേ അവർക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷേ എനിക്ക് ഒരുറപ്പുണ്ട്, ഞാൻ ഇനിയും അവരെ അങ്ങോട്ട് ഗുണദോഷിക്കാൻ പോവുക. ഞാൻ ഇനിയും ക്രിസ്തുവിന്റെ മാർഗം, ക്രിസ്തുവിന്റെ വഴി ഞാൻ ഇനിയും അടുത്ത ഓരോ വാക്യങ്ങളിലും അവരെ പഠിപ്പിക്കാൻ പോവുക. അവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അത് ഇറങ്ങി ചെല്ലും. അവർ മാനസാന്തരപ്പെടും. ഞാൻ ക്രിസ്തുവിന്റെ മാർഗത്തിലൂടെ അവരെ നേരെയാക്കാൻ പോവുകയാണെന്ന് പൗലോസിന് ഉറപ്പുണ്ട്. നമ്മൾ അന്നേലും പൗലോസ് പറയാണ്, ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ, ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ. ഒന്നാമത്തെ ഒരു പോയിന്റ് നമ്മൾ ചിന്തിച്ചുള്ളൂ. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് സ്റ്റുവാർഡ്ഷിപ്പ്. ബി ഹംബിൾ. പൗലോസിന്റെ താഴ്മയാണ് ആ കുരിന്തിരെ കുറിച്ച് ഇത്രയും പറയാൻ ഉള്ള മനസ്സ് വന്നതിന്റെ കാരണം. നമ്മൾ മാനസാന്തരപ്പെട്ടാൽ കഠിന പാപം ചെയ്തിരിക്കുന്ന ഏതൊരു പാപിയെയും നമുക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിന് എൻ്റെ സാക്ഷി ഞാൻ പറയും. ഞാൻ ധൈര്യം തരാൻ പോവാം. നമ്മൾ മാനസാന്തരപ്പെട്ടാൽ മതി. അവർ മാനസാന്തരപ്പെട്ടില്ലേലും യെസ്, അവര് മാനസാന്തരപ്പെടാൻ എൻ്റെ മാനസാന്തരം മതി. എൻ്റെ മാനസാന്തരം മതി അവര് മാനസാന്തരപ്പെടാൻ. അങ്ങനെ ചിലരെ കർത്താവിലേക്ക് നേടാൻ എനിക്ക് കൃപയാൽ കഴിഞ്ഞിട്ടുണ്ടെന്നേ. ഞാൻ ഈ മാർഗത്തിൽ, ഞാൻ മറ്റു മാർഗങ്ങളിലൂടെ പോയി വർഷങ്ങളെടുത്തിട്ട് നടന്നിട്ടില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ ഞാനൊന്ന് യാത്ര ചെയ്തു. ദൈവമനുവദിച്ചാൽ നാളെ പകലും രാത്രിയിലും ഒക്കെ നമ്മൾ കേൾക്കാൻ പോകുന്ന ദൈവവചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഒരു ഗൃഹവിചാരകത്വമാണ്, താഴ്മയുടെ ഒരു ജീവിതമാണ്. ദൈവസന്നിധിയിൽ ക്രൂശിൽ കർത്താവ് എത്രത്തോളം താണോ അത്രത്തോളം നമുക്കും താഴാനുള്ള ഒരു മനോഭാവമുണ്ടെങ്കിൽ നമുക്ക് അനേകരെ കർത്താവിലേക്ക് നേടാനും നിലനിർത്താനും കഴിയുമെന്നുള്ളത് ദൈവവചനത്തിന്റെ സത്യമാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ദൈവദാസനിലൂടെ ക്രിസ്തുവിലുള്ള പൗലോസിന്റെ വഴികൾ എന്താണ് എന്നുള്ളത്, താൻ ക്രിസ്തുവിന്റെ വഴി സഞ്ചരിച്ചതിനെ കുറിച്ച് നമുക്ക് കേൾപ്പാനായിട്ട് ദൈവം സഹായിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിന്റെ വഴിയിലാണോ സഞ്ചരിക്കുന്നത് എന്നുള്ളത്, കർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയത് താഴ്മയായിരുന്നു. ആ താഴ്മ നമ്മുടെ ജീവിതത്തിലും അംഗീകരിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിനെ ശുശ്രൂഷിക്കാൻ ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തി. നമ്മൾ ഓർത്തതുപോലെ ശാരീരികമായിട്ട് ക്ഷീണിതനാണ്, പ്രയാസമുള്ള വ്യക്തിയാണെങ്കിലും ദൈവം നാളുകളിൽ ഉപയോഗിക്കുന്നു. നമ്മുടെ മധ്യയെ കൊണ്ടുവരുവാൻ കർത്താവ് തന്നെ സാധിച്ചു. ദൈവനെ തന്നെ തൻ്റെ മഹത്വത്തിനായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ. നാളത്തെ മീറ്റിങ്ങിൻ്റെ ക്രമീകരണം ഒന്ന് ഓർപ്പിക്കാനായിട്ട് കർത്താവിനെ താല്പര്യപ്പെടുന്നു. ദൈവം അനുവദിച്ച നാളെ വൈകിട്ട് 5 മണി മുതൽ ധ്യാന ശുശ്രൂഷ ആരംഭിക്കും. അതിനുശേഷം ദൈവദിന ശുശ്രൂഷ 7 മണി വരെയുള്ള സമയങ്ങളിൽ ഉണ്ടാകും. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയോടെ കടന്നു വരണം എന്ന കാര്യം ഓർപ്പിക്കുന്നു. ദേവദാസൻ നാളെ ഇവിടെ ആരാധനയ്ക്കായിട്ട് ഉണ്ടാകും. ആർക്കെങ്കിലും വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരാധനയുടെ ടൈം ഞങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കിയിട്ടുണ്ട്. 8 മണി തുടങ്ങി 10:30 വരെയാണ് ഞങ്ങളുടെ ആരാധന സമയം എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. സഭയിൽ നിന്നൊക്കെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിനുള്ള നന്ദി സന്തോഷം അറിയിക്കുന്നു. അതുപോലെ സഭയിൽ നിന്ന് വന്ന ദൈവദാസന്മാർക്കും ദൈവജനത്തിനും സന്തോഷം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ ഈ ഒടുവിലെ പ്രാർത്ഥന ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയ മൈക്കിൾ സവറിനെ കർത്താവിനെ കർമ്മോട് സഭയിൽ കർത്താവിനെ ചെയ്യുന്ന മൈക്കിൾ സവറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാണ്. ഞങ്ങളുടെ നല്ല പിതാവേ,
ഈ മനോഹരമായിട്ടുള്ള സന്ദർഭത്തിനായിട്ട് ഒന്നുകൂടെ സ്തോത്രം. ഞങ്ങൾക്കിങ്ങനെ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ പാദപീഠത്തിങ്കൽ ഇരുന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്തതായിട്ടുള്ള വചനം, അവിടുത്തെ വിശുദ്ധ വചനങ്ങൾ കർത്താവിൻ്റെ ദാസനിൽ കൂടെ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം, കേൾക്കുവാൻ തക്കവണ്ണം അവിടെ നിങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം. അവിടുത്തെ വചനം ഞങ്ങളുടെ കുറവുകൾ പോരായ്മകളൊക്കെ തിരുത്തി തരുന്ന, അവിടുത്തെ ആ വചനം ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതാണ്. അവിടുത്തെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മാനസാന്തരം നൽകുന്നതാണ്. അവിടുത്തെ വചനം ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണ്, ധൈര്യം നൽകുന്നതാണ്. ഞങ്ങൾക്ക് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഈ ലോക ജീവിതത്തിൽ, ഈ വല്ലാത്ത ലോകത്തിൽ ജീവിക്കുവാനായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രമാണം ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നു. അതിനായി നന്ദിയോടുകൂടെ സ്തോത്രം. ഞങ്ങളെ കടുപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട നല്ല നല്ല ആലോചനകൾക്കായിട്ട് ദൈവത്തിന് ഞങ്ങൾ മഹത്വം കരയറ്റുകയാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ പോരായ്മകളൊക്കെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ സ്വന്തം വഴികളൊക്കെ അവിടെ നിന്നറിയുന്നു. ഒക്കെ നീക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സ്വന്തം വഴികളിൽ കൂടെ അല്ല ഞങ്ങൾ നടക്കേണ്ടത്. ഞങ്ങൾ കർത്താവിൻ്റെ വഴികളിൽ കൂടെയാണ് ഞങ്ങൾ നടക്കേണ്ടത്. കർത്താവിൻ്റെ ആ ദാസൻ വളരെ അനുഗ്രഹീകരമായിട്ടുള്ള മാതൃക ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വഴികളിലല്ല, അവിടുത്തെ വഴികളിൽ കൂടെ നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഓർത്ത പോലെ വളരെ താഴ്മയോടുകൂടെ, വളരെ വിശ്വസ്തയോടുകൂടെ, ഗർഭിച്ചാലും വിശ്വസ്തരായിരിക്കും. വിശ്വസ്തയോടുകൂടെ, കർത്താവിൻ്റെ മനസ്സോടുകൂടെ, അതേ കർത്താവിൻ്റെ ആ സ്വഭാവത്തോടുകൂടെ ഒക്കെയാണ് ഞങ്ങൾ ജീവിക്കേണ്ടത്. അവിടെ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുറവുകളൊക്കെ നികത്തി ഞങ്ങൾ കർത്താവിൻ്റെ വഴികളിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായിട്ട്, മാതൃകയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായിട്ട് ഞങ്ങളെ അവിടെ നിന്ന് തീർക്കണം എന്ന് ഞങ്ങളവിടത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനെ കേട്ട് എല്ലാവരെയും അവിടെ നിന്ന് ധാരാളമായിട്ട് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്, മഹത്വം കരയറ്റുകയാണ്. ആവശ്യമായ സ്വർഗീയ കൃപകളെ എനിക്ക് അവിടെ നിന്ന് നൽകി ആത്മാവിൻ്റെ ബലത്തോടെ, ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. അതിനായി നന്ദിയോടുകൂടെ സ്തോത്രം. നാളെയും അവിടെ നിന്ന് തന്നെ അധികമായിട്ട് ഫലപ്പെടുത്തണം, സഹായിക്കണം എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുക. കർമ്മമായിട്ടുള്ള എല്ലാ ദൈവജനത്തിനായിട്ടും അവിടത്തേക്ക് നന്ദി കരയറ്റുക. പ്രത്യേകിച്ച് നാളെ കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാണല്ലോ, സഭയായിട്ട് കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ദിവസമാണല്ലോ. ആ നിലയിലെ അവിടത്തേക്ക് പ്രസാദകരമായിട്ടുള്ള ആരാധന കഴിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണം എന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുക. ഒരു നാളത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ നടത്തപ്പെടുവാനായിട്ട് അവിടുന്ന് സഹായിക്കണം. ഇന്ന് ഈ രാത്രി ഞങ്ങളെ സമാധാനത്തോടുകൂടെ അവിടെ നിന്ന് പറഞ്ഞിരിക്കണം. കർത്താവിൻ്റെ നാമത്തെ അധികമായിട്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാൻ സഹായിക്കണമേ. എല്ലാ നല്ല ധാരണകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. കേൾപ്പിക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട എല്ലാ നല്ല ആലോചനകൾക്കായിട്ടും കർത്താവിന് നന്ദി കരയറ്റുകയാണ്. സർവ്വബഹുമാനവും പുകഴ്ചയും തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.